228 അല്ലേ? 228 ഞാൻ പറഞ്ഞു നിർത്തിയത് 228 എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ അപ്പിയറൻസ് ഡിസ്പെൻസ് ചെയ്യുന്നതാണ്. നമ്മൾ അതിനു മുമ്പ് ഒരു ചെറിയൊരു പ്രൊവിഷൻ, അതായത് പഴയ 273 CRPC 273, ഇപ്പോഴത്തെ 308 BNSS 308 അതൊന്ന് എടുത്തേ. ചാപ്റ്റർ 25 എവിഡൻസ് എൻക്വയറി ആൻഡ് ട്രയൽ, എവിഡൻസ് ഇൻ എൻക്വയറി ആൻഡ് ട്രയൽ, അതിന്റെ 308. അതായത് എവിഡൻസ് ടു ബി ടേക്കൺ ഇൻ ദി പ്രസൻസ് ഓഫ് ദി അക്യൂസ്ഡ് except as otherwise expressly provided. All evidence taken in the course of the trial or other proceeding shall be taken in the presence of the accused, or when his personal attendance is dispensed with, in the presence of his advocate, including through audio, video, electronic means at the designated place to be notified by the state government, provided that where the evidence of a woman below age of 18 years who is alleged to have been subjected to rape or any other sexual offense is to be recorded, the court may take appropriate measures to ensure that such a woman is not confronted by the accused, while at the same time ensuring the right of cross-examination of the accused. Explanation: in this section, accused includes a person in relation to whom proceedings under Chapter 9 has been commenced under the Sanhita. അപ്പോൾ സെക്ഷൻ 308 എന്ന് പറയുന്നത് എന്താണ്? ജനറൽ പ്രിൻസിപ്പിൾ പറയുന്നത് all the evidence must be taken in the presence of the accused. അതാണ് ക്രിമിനൽ ട്രയലിന്റെ ജനറൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 228 എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് മേ ഡിസ്പെൻസ് ദി പേഴ്സണൽ അറ്റൻഡൻസ് ഓഫ് ദി അക്യൂസ്ഡ്. അപ്പോൾ ദോ സെക്ഷൻ 308 സ്റ്റിപ്പുലേറ്റ്സ് ദാറ്റ് the trial should be, criminal trial should be in the presence of the accused. Here there is a provision which enables the magistrate may dispense with the personal appearance of the accused. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ സമൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ തന്നെ in response to the summons the accused can file an application for his permanent exemption from appearance before the court. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ നേരത്തെ ഒരു സെക്ഷൻ കൂടെ പറഞ്ഞിരുന്നു, പഴയ 370 ഇപ്പോഴത്തെ 358 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഇപ്പൊ 308 വായിച്ചപ്പോ ട്രയലിന് പ്രതി ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ സപ്പോസ് കേസ് ട്രയലിന് പോസ്റ്റ് ചെയ്യുന്നു, വിറ്റ്നസ് അപ്പിയർ ചെയ്തു, വിറ്റ്നസ് അപ്പിയർ ചെയ്തപ്പോൾ പ്രതി ഇല്ല എന്ന് കരുതുക. വിറ്റ്നസ് എക്സാമിനേഷൻ വെച്ച് വിറ്റ്നസ് ഈസ് പ്രസന്റ് ബിഫോർ ദ കോർട്ട്, ദ കൗൺസിൽ ഈസ് പ്രസന്റ്, but the witness but the accused is absent. അപ്പൊ നോർമലി 308 പ്രിൻസിപ്പൾ അനുസരിച്ചിട്ട് പ്രതി വേണം, മനസ്സിലായില്ലേ? പക്ഷേ 317 പഴയ 317 ഇപ്പോഴത്തെ 358 അനുസരിച്ചിട്ട് that examination can be started or continued provided the accused file a petition for exemption of the accused. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് 2 തരത്തിൽ ആപ്ലിക്കേഷൻ കൊടുക്കും. ഒന്ന് എക്സ്ക്യൂസ് ആപ്ലിക്കേഷൻ, ഒന്ന് എക്സംഷൻ ആപ്ലിക്കേഷൻ. ഈ എക്സംഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 317 അല്ലെങ്കിൽ 358 അനുസരിച്ചിട്ടുള്ളതാണ്. അതിൽ നമ്മൾ എഴുതുന്നത് എന്താ വെച്ചാൽ ഇന്നേ ദിവസം പ്രതി ഹാജരില്ല, അതുകൊണ്ട് പ്രതിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നടത്തുന്നതിന് അഡ്വക്കേറ്റ് ആയിട്ടുള്ള എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതും അത് കോടതി അനുവദിച്ച് പ്രതിയുടെ ഇന്നത്തെ ഹാജരില്ലായ്മ മാപ്പ് അനുവദിച്ചിട്ട് എക്സംഷൻ അനുവദിക്കണമെന്നാണ് എഴുതുന്നത്. എന്നാലും വിസ്താരം നടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് 308 പറയുന്നത് അങ്ങനെ എക്സംഷൻ വരികയാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതിന്റെ സബ്സ്റ്റാൻഷ്യൽ റെപ്രസെന്റേഷൻ ആവും. ഏതാ
358 ആണ് അല്ലേ? 355 ആണ്. ഞാൻ 356 ആണ്. ഒരു സെക്കൻഡ് ഇപ്പൊ പറയാം. 370 355 ആണ്. 355 ആണ്. 356 വേറെ 358 അല്ല, 355 ആണ്. അപ്പൊ 355 അനുസരിച്ചിട്ട് ഒരു എക്സംഷൻ കൊടുത്താൽ 308ന്റെ കംപ്ലൈൻസ് ആവും. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ പ്രതിയുടെ പ്രസൻസിൽ വിസ്തരിക്കുന്നു എന്നുള്ളത് അത് ഈ 308 തന്നെ പറയുന്നുണ്ട്. എക്സംഷൻ കൊടുത്താൽ കൊടുക്കാം. പക്ഷെ എക്സ്ക്യൂസ് ആപ്ലിക്കേഷൻ ആണ് കൊടുക്കണമെങ്കിൽ അപ്പൊ 308ന്റെ വയലേഷൻ വരും. അപ്പൊ ട്രയൽ നടത്താൻ പറ്റത്തില്ല. ഇനി സിമിലർലി വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് സെക്ഷൻ 228 എന്ന് പറഞ്ഞ ഒരു പെർമനന്റ് എക്സംഷൻ ആണ്. പ്രതി ആദ്യം തന്നെ ആ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ട് പിന്നെ ആ പെർമനന്റ് എക്സംഷൻ ആപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പൊ അവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ അലൗവിംഗ് ദ പെർമനന്റ് എക്സംഷൻ ആപ്ലിക്കേഷൻ, സപ്പോസ് ദി മാറ്റർ സ്റ്റാൻഡ്സ് ഫോർ എ ട്രയൽ, at that time the court can insist the presence of the accused. ഇനി അവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ മിക്കവാറും കേസുകളിൽ വിറ്റ്നസിന് പ്രതിയെ ചിലപ്പോ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഏത് ക്രിമിനൽ കേസിനായാലും കോടതിയിൽ പ്രതിയെ ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ അയാൾക്കെതിരായിട്ടുള്ള സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആയിട്ട് വരുള്ളൂ. ഇപ്പോ പ്രതിയെ 324 326 ഒരു കത്തി എടുത്ത് കുത്തിയെന്നോ അല്ലെങ്കിൽ വടിയെടുത്ത് അടിച്ചു എന്നൊക്കെ വന്നാല് ഇത് മാത്രം പറഞ്ഞാൽ പോരെ, എന്നെ അടിച്ച പ്രതിയാണ് ഈ കൂട്ടി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ പെർമനന്റ് എക്സംഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും. എന്താണ് ക്വസ്റ്റ്യൻ? വെദർ ദി വിറ്റ്നസ് ഈസ് ഏബിൾ ടു ഐഡന്റിഫൈ ദി അക്യൂസ്ഡ്. അപ്പോ 205 പെറ്റീഷൻ അനുവദിക്കുമ്പോൾ പിന്നെ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അത് സെക്ഷനിൽ പറയുന്നില്ല, അത് പിന്നെ ജഡ്ജ് മെയ്ഡ് ലോ ആണ്. അതിൽ പറയുന്നതെന്ന് വെച്ചെന്നാല് ഈ പിന്നെ അഡ്വക്കേറ്റ് ചില കാര്യങ്ങൾ എഴുതി കൊടുക്കണം. അവിടെ എന്താ എഴുതി കൊടുക്കേണ്ടത്? ട്രയലിന്റെ സമയത്ത് ഐഡന്റിറ്റി ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യില്ല എന്ന് എഴുതി കൊടുക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വിറ്റ്നസ് വന്നു കഴിയുമ്പോൾ പ്രതി ഇല്ലെങ്കിൽ വിറ്റ്നസ് വന്നത് വെറുതെ ആയി പോവും. പ്രതി ഇല്ലെങ്കിൽ പിന്നെ വിസ്താരം നടക്കാതെ വരും. അപ്പോ ആ വിറ്റ്നസ് വരുമ്പോൾ വിറ്റ്നസിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് പ്രതി ഇല്ല എക്സംഷൻ ആണെങ്കിൽ എന്താണ്, there should be an undertaking by the counsel that he will not dispute the identity of the accused. അത് പിന്നെ നമ്മുടെ അതാണ് ആ ഡിസിഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് 2001 KHC 714 എന്താണ്, ഭാസ്കർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വേഴ്സസ് ഭിവാനി ഡെനിം ആൻഡ് അപ്പാരൽസ് ലിമിറ്റഡ്. അതില് കോടതി പറഞ്ഞത് എങ്ങനെയാണ്? In appropriate cases, the magistrate can allow an accused to make even the first appearance through counsel. The magistrate is empowered to record the plea of the accused even when the counsel makes such a plea on behalf of the accused in a case where the personal appearance of the accused is dispensed with section 317 of the code has to be viewed in the above perspective as if it empowers the court to dispense with the personal attendance of the accused, provided he is represented by a counsel in that case, even for proceeding with the further steps in the case. However, one precaution which the court should take in such a situation is that said benefit need be granted only to an accused he gives an undertaking to the satisfaction of the court that he would not dispute his identity as the particular accused in the case, and the counsel on his behalf would be present in the court and he has no objection taking evidence in his absence. The precaution is necessary for the further progress of the proceeding, including examination of the witnesses. അപ്പോ പിന്നെ പെർമനന്റ് എക്സംഷൻ അനുവദിക്കണമെങ്കിൽ ഈ അണ്ടർടേക്കിംഗ് ഈ കൗൺസിൽ നടത്തണം.
വിസ്താരം നടക്കുമ്പോൾ കൗൺസിലിന്റെ പ്രസൻസും ഉണ്ടായിരിക്കണം. അപ്പൊ പെർമനന്റ് ഈവൻ ദ പ്ലീ ക്യാൻ ആൾസോ ബി റെക്കോർഡഡ് ത്രൂ ദ കൗൺസിൽ. മനസ്സിലായില്ലേ? അപ്പൊ അൺനെസസറി ആയിട്ട് പ്രതിയുടെ പ്രസൻസ് എല്ലാ കേസിലും അത് അങ്ങ് നിർബന്ധിക്കാൻ പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. എല്ലാ കേസിലും മജിസ്ട്രേറ്റ് പ്രതിയെ കാണണം എന്ന് പറയേണ്ട കാര്യമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ, ആവശ്യമുള്ള പർപ്പസിന് വേണ്ടി മാത്രമേ പ്രതിയുടെ പ്രസൻസ് ഇൻസിസ്റ്റ് ചെയ്യാവൂ. മനസ്സിലായില്ലേ? അപ്പൊ ആ റിസ്ക് പ്രതി ഏറ്റെടുക്കണം. ഏതാ? ഉദാഹരണത്തിന് ഒരു 4 പ്രതികളുള്ള കേസുണ്ടെന്ന് വെച്ചോളൂ. ഈ 4 പ്രതികളുള്ള കേസിൽ മിക്കവാറും പ്രതിയെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഒരു വൺ ഓഫ് ദ ഡിഫൻസസ് ആയിരിക്കും മിക്കവാറും. അപ്പൊ പ്രതിക്ക് എക്സംഷൻ ഉണ്ടെങ്കിൽ അയാളുടെ ഐഡന്റിറ്റിയെ സംബന്ധിച്ച് ചോദിക്കാൻ പറ്റാതെ വരും. ആ ഒരു അണ്ടർടേക്കിംഗ് എടുത്താൽ മാത്രമേ ഇതെല്ലാം ഈ പെർമനന്റ് എക്സംഷൻ കോടതിക്ക് അനുവദിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? Then next is with respect to the special summons ആണ്. നമ്മളെ പ്രാക്ടിക്കൽ നിങ്ങൾ കണ്ടു കാണും. ചില കേസുകളിൽ കോടതി ഫൈൻ ചെയ്തിട്ട് സമൻസ് അയച്ചു കൊടുക്കാറുണ്ട്. അതായത് നിങ്ങൾ ഇത് കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ ഇത്ര രൂപ ഫൈൻ അടക്കണം എന്നുകൊണ്ട് സ്പെഷ്യൽ സമൻസ് അയക്കും ചിലർ, പഴയ 206 പ്രകാരം. അതാണ് ഇപ്പോഴത്തെ 229 എന്ന് പറയുന്നത്. അത് ഒന്ന് വായിക്കോ, അനീഷ് ബാബു ഒന്ന് വായിക്കോ 229. Sir. Section 229. Special summons in case of petty offence. Clause 1. If in the opinion of a magistrate taking cognizance of a petty offence, the case may be summarily disposed of under Section 283 or Section 284, the magistrate shall, except where he is for reasons to be recorded in writing of a contrary opinion, issue summons to the accused requiring him either to appear in person or by an advocate before the magistrate on a specified date, or if he desire to plead guilty to the charge without appearing before the magistrate, to transmit before the specified date by post or by messenger to the magistrate. The said plea is in writing and the amount of fine specified in the summons, or if he desire to appear by an advocate and to plead guilty to the charges through such advocate, to authorize in writing the advocate to plead guilty to the charge on his behalf and to pay the fine through such advocate. Provided that the amount of the fine specified in such summons shall not exceed 5,000 rupees. Clause 2. For the purpose of this section, petty offence means any offence punishable only with a fine not exceeding 5,000 rupees, but does not include any offence so punishable under the Motor Vehicles Act 1988 or under any other law which provide for convicting the accused person in his absence on a plea of guilty. 3. Clause 3. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ 283, 284 എന്ന് പറയുന്ന സമ്മറി ട്രയലിന്റെ പ്രൊസീഡിങ്സ് ആ പറയുന്നത്. സമ്മറി ട്രയൽ നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. സമ്മറി ടെസ്റ്റിന് കുറെ എന്യൂമറേറ്റഡ് കേസുകളുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാൽ നല്ലൊരു സ്പെഷ്യൽ സമൻസ് അയക്കാം കോടതിക്ക്. എന്താണ്? അതിൽ തന്നെ ഫൈൻ ഡിസൈഡ് ചെയ്ത് അയക്കണം. അത് നോർമലി പറയുന്നൊരു വാക്ക് ഇവിടെ പറയുന്നത് പെറ്റി കേസ്, പെറ്റി ഒഫൻസിനെ പറ്റുള്ളൂ. ആ പെറ്റി ഒഫൻസ് എന്താണെന്ന് ഈ ഇതിന്റെ ക്ലോസ് 2-ൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് പെറ്റി ഒഫൻസ് എന്നുള്ളത്? പെറ്റി ഒഫൻസ് മീൻസ് എനി ഒഫൻസ് പണിഷബിൾ വിത്ത് ഫൈൻ ഓൺലി വിത്ത് ഫൈൻ നോട്ട് എക്സീഡിങ് 5,000 rupees. മുമ്പ് അത് CRPC ആയിരുന്നപ്പോൾ 1000 രൂപയായിരുന്നു. ഇപ്പോൾ അത് 5,000 ആക്കി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. But does not include any offence so punishable under Motor Vehicles Act or under any other law which provides for convicting the accused person in his absence of plea of guilty. അപ്പോൾ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരമുള്ള ഒരു ഒഫൻസ് ഇതിൽ വരത്തില്ല. പിന്നെന്താണ്? which provides for convicting the accused in absence of his plea of guilty. ആബ്സെൻസിൽ കൺവിക്ട് ചെയ്യാവുന്ന ഒഫൻസ് വരത്തില്ല. ഫൈൻ എമൗണ്ട് മാത്രമുള്ള
അത് എല്ലാ ഫൈനും അല്ല, 5000 രൂപ. മാക്സിമം പിന്നെ 5000 രൂപ ഫൈൻ വരുന്നതേ ഉള്ളൂ. ഈ സ്പെഷ്യൽ സമൻസ് അയക്കാവുന്നതിന് ഒരു ലിമിറ്റ് പറയുന്നുണ്ട്, അതും 5000 റുപ്പീസാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പം ഇതിനെ ബേസ് ചെയ്തായിരിക്കും വരുന്നത്. സ്പെഷ്യൽ സമൻസിന് അല്ലെങ്കിൽ 229 സമൻസിന് ഇമ്പോസ് ചെയ്യാവുന്ന മാക്സിമം ഫൈൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 5000 ആണ്. അത് പണിഷബിൾ വിത്ത് ഫൈൻ ഒള്ളി ആണെങ്കിലേ പറ്റുള്ളൂ. ഫൈൻ ഓർ ഇംപ്രിസൺമെന്റ് ഉള്ളത് പറ്റത്തില്ല. ഫൈൻ ഒള്ളി ആണെങ്കിലേ പറ്റുള്ളൂ. അത് പിന്നെ പെറ്റി ഒഫൻസിലേ പറ്റുള്ളൂ. പെറ്റി ഒഫൻസിന്റെ 5000 രൂപ ഫൈൻ പണിഷബിൾ ആയിട്ടുള്ളതിന് മാത്രമേ പറ്റുള്ളൂ. അതിന് നിങ്ങൾ നോക്കേണ്ട വെച്ചാൽ ഇതിനകത്തൊരു ഫോം നമ്പർ 30 ഉണ്ട്. 30 ഇപ്പോഴത്തെ ഫോം നമ്പർ 32 ആയിരിക്കും. സെക്കൻഡ് ഷെഡ്യൂളില് ഫോം നമ്പർ 31 ആണ് കേട്ടോ. അതിനകത്ത് തന്നെ ഫൈൻ എമൗണ്ടിന്റെ കോളം പറയുന്നുണ്ട്. അതായത് വെയർ യുവർ അറ്റൻഡ് ഇസ് നെസറി ടു ആൻസർ എ ചാർജ് ഓഫ് പെറ്റി ഒഫൻസ്. എന്താണ് ഒഫൻസ് എന്ന് പറയുക? യു ആർ ഹിയർ ബൈ റിക്വയർഡ് ടു അപ്പിയർ ഇൻ പേഴ്സൺ ഓർ ബൈ ആൻ അഡ്വക്കേറ്റ് ബിഫോർ സച്ച് ആൻഡ് സച്ച് ഡേ. You decide to plead guilty to the charge without appearing before the magistrate to transmit before the aforesaid date the plea of guilty in writing and the sum of ₹. If you desire to appear by advocate and plead guilty through such advocate, to authorize such advocate in writing, make such plea of guilty on behalf of the pay fine through advocate. അപ്പോൾ സ്പെഷ്യൽ സമൻസിന്റെ അത്ര കാര്യമുള്ളൂ. ശ്രദ്ധിക്കാനൊന്നുമില്ല. ഈ ഒഫൻസിന്റെ നേച്ചറും ഒഫൻസിന്റെ പണിഷ്മെന്റ് മാത്രം ശ്രദ്ധിച്ച് ഓർത്തിരുന്നാൽ മതി. അത്ര സ്പെഷ്യൽ സമൻസിനുള്ളൂ. അത് നമ്മുടെ 260 ഇപ്പോഴത്തെ 283 പറയുമ്പോൾ അതിൽ കുറച്ച് നറേറ്റീവ് ആയിട്ട് കുറച്ച് എൻലിസ്റ്റഡ് ആയിട്ടുള്ള ഒഫൻസ് ഉണ്ട് സമ്മറി ട്രയലിൽ വരുന്നത്. അത്രേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് ക്ലോസ് 3 പറയുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ബൈ നോട്ടിഫിക്കേഷൻ സ്പെഷ്യലി എംപവർ ചെയ്യാം മജിസ്ട്രേറ്റിന്റെ. പക്ഷെ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇതുവരെ CRPCയുടെ കാലത്തും ഇപ്പോഴത്തെ കാലത്തും ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഒരു ഡിസിഷൻ വന്നിട്ടുണ്ട്. അതായത് മുമ്പ് ഈ പിന്നെ പോലീസ് ഓഫീസേഴ്സ് പിന്നെ ഈ മോട്ടോർ വെഹിക്കിള് കേസോ അല്ലെങ്കിൽ എന്താ പറയുക 279 ഒക്കെ കൂടെ ചേർത്തിട്ട് പിടിച്ചു കഴിയുമ്പോൾ പോലീസ് ഓഫീസർ തന്നെ ഒരു സമൻസ് അയച്ചു കൊടുക്കും. നിങ്ങൾ ഇത്രാം തീയതി കോടതിയിൽ ഹാജരാവണമെന്ന് പറഞ്ഞിട്ട്. കോടതിയല്ല സമൻസ് അയക്കണം, പോലീസ് ഓഫീസർ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് സമൻസ്. അത് കോടതി ഡിപ്രിക്കേറ്റ് ചെയ്തു. അങ്ങനെ പോലീസ് ഓഫീസേഴ്സിന് ഇങ്ങനെ സമൻസ് അയക്കാനുള്ള പവർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. എസ്പെഷ്യലി അതിനകത്ത് അത് കേസ് വന്നിരിക്കുന്നത് 279, 179 MV ആക്ട് വരെയുള്ള കേസാണ്. അപ്പോൾ MV ആക്ട് വരുന്ന കേസ് ഇതിനകത്ത് പറയുന്ന അനുസരിച്ചാണെങ്കിൽ അത് പെറ്റി ഒഫൻസിൽ പെടത്തില്ല. 279 എന്ന് പറയുന്നത് പിന്നെ 6 months 1000 rupees ഫൈൻ ആയതുകൊണ്ട് അത് രണ്ടും ഇതിനകത്ത് പെടത്തില്ല. അപ്പൊ അത് കോടതി ഡിപ്രിക്കേറ്റ് ചെയ്തു. അങ്ങനെ സമൻസ് അയക്കാനായിട്ട് പറ്റത്തില്ല. സ്പെഷ്യൽ സമൻസ് അയക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോടതിക്കാണ്. ആ കേസിൽ എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റ് കൊഗ്നൈസ് എടുക്കുന്ന മുമ്പ് തന്നെ അവര് സമൻസ് അയച്ചു, ഇത്രാം തീയതി നിങ്ങൾ കോടതിയിൽ ഹാജരാകും. പണ്ട് അങ്ങനെ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മജിസ്ട്രേറ്റ് കോടതി പ്രാക്ടീസ് അറിയാം. പണ്ട് അവർ ഒരു പോലീസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതോടൊപ്പം തന്നെ പ്രതിക്ക് ഒരു സമൻസ് എഴുതി കൊടുക്കും, നിങ്ങൾ ഇത്രാം തീയതി കോടതിയിൽ ഹാജരാകണം. ഒരു പ്രാക്ടിക്കൽ പർപ്പസിന് ചെയ്യുന്നതാണ്. പക്ഷെ അത് ഹൈക്കോടതി അത് അങ്ങനത്തെ പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ഡെപ്രിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് വെച്ചിട്ട്. ദെൻ അടുത്തത് പഴയ 207 ആണ്. നമ്മൾ ഇടക്കത് പറഞ്ഞു പോയിട്ടുള്ള പ്രൊവിഷൻ 230. എന്താണ്? സപ്ലൈ ടു ദി അക്യൂസ് എ കോപ്പി ഓഫ് ദ പോലീസ് റിപ്പോർട്ട് ആൻഡ് അതർ ഡോക്യുമെന്റ്സ്. അതൊന്ന് വായിക്കൂ, നജിയ ഒന്ന് വായിക്കൂ. 230. Okay, sir. Supply to accused of copy of police report and other documents. In any case where the proceedings has been instituted on a police report, the magistrate shall, without delay and in no case beyond 14 days from the date of production or appearance of the accused, furnish to the accused and the victim
if represented by an advocate, free of cost, a copy of each of the following: the police report, the first information report recorded under section 173, the statement recorded under subsection 3 of section 180 of all persons whom the prosecution proposes to examine as its witnesses, excluding therefrom any part in regard to which a request for such exclusion has been made by a police officer under subsection clause 7 of 193. The confession and statement, if any, recorded under section 183. Any document or relevant extract thereof forwarded to magistrate with the police report under subsection clause 6 of section 193. Provided that the magistrate may, after pursuing any such part of a statement as is referred to in clause 3 and considering the reasons given by the police officer for the request, direct that a copy of that part of the statement or of such portion thereof as the magistrate thinks proper shall be furnished to the accused. Provided further that if the magistrate is satisfied that any such document is voluminous, he shall, instead of furnishing the accused and the victim, if represented by an advocate, with a copy thereof, may furnish the copies through electronic means, or direct that he will only be allowed to inspect it either personally or through an advocate in court. Provided also that supply of documents in electronic form shall be considered as duly furnished. Okay, one second. ഓക്കെ, ഇതിനകത്ത് പിന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് പ്രതിക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കണമെന്നാണ്. അപ്പൊ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം പിന്നെ പഴയ 207 നിന്നും ചെറിയ 1-2 വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഒന്ന്, പിന്നെ ഒരു ടൈം ലിമിറ്റ് വെച്ചു. എന്താണ്? ബിയോണ്ട് ഇൻ കേസ് നോ കേസ് ബിയോണ്ട് 14 days ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പിയറൻസ്. പ്രതി അപ്പിയർ ചെയ്തിട്ട് ഒരു 14 ദിവസത്തിന് ഉള്ളിൽ കൊടുക്കണമെന്ന് പിന്നെ ഒരു മാൻഡേറ്റ് വെച്ചു ഇതിനകത്ത്. അതൊന്ന്. മറ്റൊന്ന്, അതിന്റെ ലാസ്റ്റ് സെന്റൻസിൽ ഫർണിഷ് ടു അക്യൂസ്ഡ് എന്ന് മാത്രമേ നേരത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ എന്തായി, വിക്ടിം ഒരു വക്കീൽ മുഖാന്തരം വിക്ടിം റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ആ വിക്ടിമിന് കൂടി കോപ്പി കൊടുക്കണമെന്ന് പറഞ്ഞു. അത് CRPC ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അത് ആഡ് ചെയ്തു. മറ്റത് ദ മജിസ്ട്രേറ്റ് ഷാൽ വിത്തൗട്ട് ഡിലേ ബട്ട് നോ കേസ് ബിയോണ്ട് 14 days അതിനുള്ളിൽ കൊടുക്കണമെന്നുള്ള. സാധാരണ നോർമലി അപ്പിയർ ചെയ്യുമ്പോൾ കിട്ടും, എന്നാലും അതിനകത്തൊരു മാൻഡേറ്റ് വെച്ചു 14 ദിവസത്തിനുള്ളിൽ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വിക്ടിമിന് അപ്പിയറൻസ് ഉണ്ടെങ്കിൽ വിക്ടിമിനും കൊടുക്കാം. പിന്നെ താഴെ പറയുന്ന ആ ഡോക്യുമെന്റ്സ് ഒക്കെ കിട്ടണം. പിന്നെ നേരത്തെ ഉണ്ടത് ഞാൻ വോളിമിനൈസ് ആയിട്ടുള്ളതാണെങ്കിൽ അതിന്റെ ലിസ്റ്റ് മാത്രം കൊടുത്താൽ മതി. അങ്ങനെ എന്നിട്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഈവൻ നമുക്ക് എന്താ പറയാ, എൻ്റെ 183യുടെ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ഉണ്ട് 183, അതിന്റെ എല്ലാം ഫ്രീ ഓഫ് കോപ്പി നമുക്ക് കിട്ടാൻ അർഹതയുണ്ട്, പ്രതിക്ക് കിട്ടാൻ അർഹതയുണ്ട്. പിന്നെ ഇപ്പൊ ചില കോടതികളൊക്കെ ഇപ്പൊ ഈ മറ്റേ ഡിജിറ്റൽ ആയിട്ടുള്ള കോടതികളിൽ മറ്റേ അതിന്റെ ഹാർഡ് കോപ്പി ഇല്ല, നേരിട്ട് അത് ഡിജിറ്റലായിട്ട് കൊടുക്കാറുണ്ട്. അതും ഇന്നത്തെ കംപ്ലൈൻസ് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ, അതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വെദർ ദി അക്യൂസ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഫ്രീ കോപ്പി. സിമിലർലി ദി കൗൺസിൽ ഫോർ ദി വിക്ടിം ആൾസോ എൻറ്റൈറ്റിൽഡ് ടു ഫ്രീ കോപ്പി. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യത്തെ അപ്പിയറൻസിന് വിക്ടിം ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ അവിടെ ഒരു സംശയം വരാവുന്നത്, ഈ 14 days വിക്ടിമിന്റെ കേസിൽ ആപ്ലിക്കബിൾ ആണോ എന്നൊരു ഡൗട്ട് വരാം അല്ലേ. സാധാരണ പ്രതിയെ ആദ്യത്തെ അവധിക്ക് പ്രതിയല്ലേ വരുവുള്ളൂ. ആ സമയത്ത് വിക്ടിമിന് ഇതിന്റെ പോസ്റ്റിംഗ് ഒന്നും നോർമലി അറിയാൻ സാധിക്കത്തില്ല. അപ്പോ പിന്നെ വിക്ടിം അപ്പിയർ ചെയ്ത് കഴിഞ്ഞും എന്നാലും ഈ റൈറ്റ് അവിടെ നിൽക്കും, അത് ഫോർഫിറ്റ് ചെയ്ത് പോകുന്നില്ല, ഇത് കിട്ടും. അടുത്തത്
ഇതിപ്പോ നമ്മൾ പറഞ്ഞത് പോലീസ് റിപ്പോർട്ടിലാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൺ എ പോലീസ് റിപ്പോർട്ടാണ് പറഞ്ഞത്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂട്ട് അതർവൈസ് തന്നെ പോലീസ് റിപ്പോർട്ടാണ്. പഴയ 207, 208 ഇപ്പോഴത്തെ 230, 231. അപ്പോ 231 എന്ന് വായിക്കുക. അമല ഒന്ന് വായിക്കും. വായിക്കാം സർ. 231 supply of copies of statement and documents to accused in other cases triable by court of session, where in a case instituted otherwise than on a police report, it appears to the magistrate issuing process under section 227 that the offence is triable exclusively by the court of session, the magistrate shall forthwith furnish to the accused free of cost a copy of each of the following. Subclause 1, the statement recorded under section 223 or section 225 of all persons examined by the magistrate. 2, the statement and confessions, if any, recorded under section 180 or section 183. Subclause 3, any document produced before the magistrate on which the prosecution proposes to rely, provided that if the magistrate is satisfied that any such document is voluminous, he shall, instead of furnishing the accused with a copy thereof, direct that he will only be allowed to inspect it either personally or through an advocate in court, provided further that supply of documents in electronic form shall be considered as duly furnished. വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പ്രൈവറ്റ് കംപ്ലൈന്റിലും അത് കൊടുക്കണമെന്നല്ല. പക്ഷെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചെന്നാൽ ഈ എൻക്വയറിയിൽ റെക്കോർഡ് ചെയ്ത സ്റ്റേറ്റ്മെന്റ്സിന്റെ കോപ്പി മുഴുവൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. വാദിയുടെയും അതുപോലെ തന്നെ സാക്ഷികളുടെയൊക്കെ 202 എൻക്വയറിയിൽ അല്ലെങ്കിൽ 225 എൻക്വയറിയിൽ എടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതെല്ലാം പ്രതിക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കണം. പ്രൈവറ്റ് കംപ്ലൈന്റ് വലിയ പ്രയാസമൊന്നുള്ള കാര്യമല്ല. നെക്സ്റ്റ് കമ്മിറ്റലാണ്. കമ്മിറ്റൽ പ്രൊസീഡിയർ പഴയ 209 ആണ്. കമ്മിറ്റ്മെന്റ് ഓഫ് ദി കേസ് ടു കോർട്ട് ഓഫ് സെഷൻ വെൻ ദി ഒഫൻസ് ഈസ് എക്സ്ക്ലൂസീവ് ട്രയബിൾ കോർട്ട് ഓഫ് സെഷൻ. സർട്ടൻ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും പെട്ടെന്ന്. ഒരു 5 വായിക്കുമോ? 232. ഇതിനകത്ത് സാധാരണ നമ്മൾ ഇത് ഒഫൻസ് എക്സ്ക്ലൂസീവ് ട്രയബിൾ ബൈ കോർട്ട് ഓഫ് സെഷൻ കമ്മിറ്റ് ചെയ്യേണ്ട വിധമാണ് പറയണത്. പക്ഷെ ഇതിനകത്ത് ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് മുമ്പത്തേക്കാൾ. അതായത് പിന്നെ ഈ A to B C അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്. പക്ഷേ പിന്നെ അതിനകത്ത് വേറൊരു കാര്യം പറയുന്നത് എന്താണ്, കമ്മിറ്റലിന് ഒരു ലിമിറ്റേഷൻ പീരീഡ് വെച്ചു. എന്താണ്, proceedings under the shall be completed within a period of 90 days
from the date of taking cognizance, and such period may be extended by the magistrate for a period not exceeding 180 days for the reasons to be recorded in writing. അപ്പോൾ നോർമലി പ്രതിക്ക് സമൻസ് അയച്ചു കഴിഞ്ഞാൽ ആ തീയതി തൊട്ട് 90 ദിവസത്തിനുള്ളിൽ കമ്മിറ്റ് ചെയ്യണം, പ്രൊസീഡിങ്സ് കമ്മിറ്റ് ചെയ്യണം. അത് ഏതെങ്കിലും 90 ദിവസത്തിന് പറ്റിയില്ല എങ്കിൽ, നോർമലി 90 ദിവസത്തിൽ പറ്റാതിരിക്കുന്ന കാര്യം വെച്ചെന്നാൽ ഈ സമൻസ് അയച്ച ഉടനെ പ്രതി ഒന്ന് ഹാജരാവണം നിർബന്ധമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ ഒരു 90 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതിയെ കിട്ടുന്നതെങ്കിൽ ഈ 90 ദിവസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു 90 ദിവസം കൂടി 180 ഡേയ്സ് വെച്ചിട്ട് അത് നോർമലി എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ അത് കമ്മിറ്റൽ പീരീഡിൽ ഒരു എന്താ പറയുക, ഒരു പീരീഡ് വെച്ചു. മുമ്പ് അതില്ലായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് എനി ആപ്ലിക്കേഷൻ ഫയൽഡ് ബിഫോർ ദ മജിസ്ട്രേറ്റ് ബൈ ദി അക്യൂസ്ഡ് ഓർ ദ വിക്ടിം or any person authorized by such a person in a case triable by court of session shall be forwarded to the court of session with the committal of the case. അവിടെയാണ് ഒരു പ്രോബ്ലം എന്നത്. എന്താണ്? അപ്പൊ ഇതിന്റെ ഒറ്റ വായനയിൽ എന്താ തോന്നുന്നത്, ഒരു ആപ്ലിക്കേഷൻ പ്രതി കൊടുത്താൽ അല്ലെങ്കിൽ വിക്ടിം കൊടുത്താൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുത്താൽ ആ ആപ്ലിക്കേഷൻ എന്താണ് കമ്മിറ്റലിനോടൊപ്പം തന്നെ ആ മറ്റേ കോടതിക്ക് കോർട്ട് ഓഫ് സെഷൻ അയക്കണം എന്നാ പറയുന്നത്. അപ്പൊ ദ ക്വസ്റ്റ്യൻ എറൈസ്, സപ്പോസ് എ ബെയിൽ ആപ്ലിക്കേഷൻ ഇസ് ഫൈൽഡ് ബിഫോർ ദി കമ്മിറ്റൽ കോർട്ട് ബൈ ദി അക്യൂസ്ഡ്. ഇപ്പൊ CP ആയിട്ട് ഫയലിലെടുത്തു, പ്രതിക്ക് സമൻസ് അയച്ചു, അല്ലെങ്കിൽ ആ കേസിൽ പ്രതി ജാമ്യം എടുക്കാത്ത കേസാണെങ്കിൽ, പിന്നെ അല്ലെങ്കിൽ ജാമ്യം ജമ്പ് ചെയ്തു പോയ കേസാണെങ്കിൽ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ സബ്സിക്വന്റ് ആയിട്ട് കോടതി ഫയൽ ചെയ്യുന്നു പ്രതി. ആ ആപ്ലിക്കേഷൻ വെദർ ദി കമ്മിറ്റൽ കോർട്ട്, വെദർ ദി മജിസ്ട്രേറ്റ് ക്യാൻ എന്റർടൈൻ ദാറ്റ് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഡ്യൂറിങ് ദി അറ്റ് ദ ടൈം ഓഫ് ഗ്രാൻഡിങ് ബെയിൽ there was a direction that to surrender the passport of the accused. And after getting summoned, the accused appeared in the committal proceedings and he filed an application for return of his passport. Whether the magistrate is empowered to entertain that application, or as stipulated in the proviso, the magistrate is expected to forward that application to the court of session. Now, how will you answer? Provided further that any application filed before the magistrate by the accused or the victim or any person authorized by such a person in a case triable by court of session shall be forwarded to the court of session with the committal of the case. അങ്ങനെ വരുമ്പോ ഇപ്പൊ സപ്പോസ് ഫസ്റ്റ് അവധിക്ക് തന്നെ ഒരു ആപ്ലിക്കേഷൻ വന്നു എന്ന് കരുതുക. ഫസ്റ്റ് അവധിക്ക് ഒരു ആപ്ലിക്കേഷൻ വന്നു. ഇവിടെ പറഞ്ഞ എന്താണ്? ആപ്ലിക്കേഷൻ ഷാൽ ബി ഫോർവേഡ് ടു ദ കോർട്ട് ഓഫ് സെഷൻ വിത്ത് ദ കമ്മിറ്റൽ ഓഫ് ദ കേസ്. അത് കമ്മിറ്റ് ചെയ്യുമ്പോൾ കമ്മിറ്റിയോട് കൂടി അയക്കണമെന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പൊ കമ്മിറ്റൽ ചെയ്യുന്നത് വരെ ഈ ആപ്ലിക്കേഷൻ വെച്ചോണ്ടിരിക്കണം. അല്ല അതാ ചോദിച്ചത്. അപ്പോ അത് ഷാൽ ബി ഫോർവേഡ് ടു ദ കോർട്ട് ഓഫ് സെഷൻ എന്നല്ലേ പറയണേ. അങ്ങനെ വരുമ്പോ കമ്മിറ്റൽ കോടതിക്ക് ഈ ആപ്ലിക്കേഷൻ എന്റർടൈൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഡൗട്ട് ചോദിച്ചത്.
Any application, any application filed before the magistrate shall be forwarded to the court of session. അവിടെ ഫ്രഷ് അപ്ലിക്കേഷൻ തന്നെ ഫയൽ ചെയ്യണം സർ. കോർട്ട് ഓഫ് സെഷനിൽ ഫ്രഷ് അപ്ലിക്കേഷൻ തന്നെ ഫയൽ ചെയ്യണ്ടേ? അല്ല, ഞാൻ മനസ്സിലായി സർ. ഫ്രഷ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതല്ല ചോദ്യം. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കമ്മിറ്റൽ കോടതിയിൽ വന്നാൽ വെദർ ദി കമ്മിറ്റൽ കോർട്ട് ഈസ് എംപവേർഡ് ടു കൺസിഡർ ദി ആപ്ലിക്കേഷൻ ഇൻ ദ ലൈറ്റ് ഓഫ് ദി പ്രൊവൈസോ, അതോ ഈച്ച് ആൻഡ് എവരി ആപ്ലിക്കേഷൻ ഷുഡ് ഇറ്റ് ബി ഫോർവേഡഡ് ടു ദി കോർട്ട് ഓഫ് സെഷൻ? അതാണ് സംശയം. സർ അവിടെ ഷാലല്ലേ പറയുന്നത്? ഷാലല്ലേ പറയുന്നത്? അപ്പൊ അത് മാൻഡേറ്ററി. അത് ഷാല പറയണേ, അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. അല്ല, അപ്പൊ ഡിസ്കസ് ചെയ്യാവോ എന്നുള്ളതാണ് ചോദ്യം. അതായത് ഇതേ സംബന്ധിച്ച് 3 ഡിസിഷൻ ഉണ്ട്. ഒന്ന് നമ്മുടെ വിഷ്ണു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2025 പാർട്ട് 7 KHC 73. അതിൽ പറഞ്ഞത് ദിസ് പ്രൊവൈസോ ഡസ് നോട്ട് പ്രോഹിബിറ്റ് ടു കൺസിഡർ ദ ബെയിൽ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ബെയിൽ ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യാമെന്ന് പറയുന്നത്. ഗഫൂർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2025 KHC 1829. അതിൽ പറഞ്ഞത് ദ കമ്മിറ്റൽ കോർട്ട് കനോട്ട് പാസ് ഓർഡർ ഓൺ ആപ്ലിക്കേഷൻ. അതിനകത്ത് പാസ്പോർട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു. അതിൽ കോടതി പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. അത് കോർട്ട് ഓഫ് സെഷൻ അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? നെക്സ്റ്റ് ഇതില് ഗോകുൽ സുദർശൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, അത് 2025 KHC 2203. അതിനകത്ത് പറഞ്ഞത് ആപ്ലിക്കേഷൻസ് വിച്ച് ആർ പെൻഡിങ് ഓൺ ദ ഡേറ്റ് ഓഫ് കമ്മിറ്റൽ, ആ കമ്മിറ്റഡ് തീയതിയിൽ പെൻഡിങ് ഉള്ള ആപ്ലിക്കേഷൻ മാത്രം അയച്ചാൽ മതി, മറ്റ് ആപ്ലിക്കേഷൻ എല്ലാം കോടതിക്ക് കമ്മിറ്റൽ കോടതി കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡിസിഷനാണ് കുറച്ചുകൂടി സൗണ്ട് ഡിസിഷനായിട്ട് വരുന്നത്. അതായത് അപ്പോഴത്തെ പ്രൊവൈസോയുടെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ the committal court can entertain the application, but at the time of committal, is there any application is pending, that will be forwarded along with the committal records. അതാണ് പ്രസന്റ് പൊസിഷൻ. മനസ്സിലായോ? അപ്പൊ ഇന്ന ആപ്ലിക്കേഷൻ നല്ല പ്രശ്നം വരുന്നത്. പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ കമ്മിറ്റൽ സമയത്തുള്ള ആപ്ലിക്കേഷൻ, ആ സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്താൽ അത് അങ്ങോട്ട് അയച്ചു കൊടുക്കണം എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ കമ്മിറ്റൽ കോടതിക്ക് ഒരു ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ 3 ഡിസിഷൻ വായിച്ചാൽ അത് സൈറ്റേഷൻ ഒന്നുകൂടെ പറയും. സൈറ്റേഷൻ പറയാം. വിഷ്ണു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2025 പാർട്ട് 7 KHC 73. ഗഫൂർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 2025 KHC 1829. പിന്നെ ഗോകുൽ സുദർശനന്റെ കേസ് 2025 KHC 2203. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, അപ്പോ ആ ചാപ്റ്ററിൽ അത്രയുമാണ് പ്രധാനപ്പെട്ട സംഗതിയായിട്ട് വരുന്നത്. സാർ ചെറിയൊരു സംശയം ചോദിച്ചോട്ടെ സാർ. സാർ ഈ അക്യൂസിന് കോപ്പി കൊടുക്കുമ്പോഴേ സാർ ഈ നമ്മള് പഴയ 164 സ്റ്റേറ്റ്മെന്റ് ഇല്ലേ സാർ, കൺഫെഷൻ അല്ലാത്ത മജിസ്ട്രേറ്റിന് കൊടുക്കണ സ്റ്റേറ്റ്മെന്റ്, അത് കൊടുക്കാറുണ്ട്, അത് കിട്ടുമോ സാർ? പിന്നെ അതല്ലിപ്പം നമ്മൾ വായിച്ച് അതിനകത്തുണ്ട്, പറയുന്നുണ്ടല്ലോ. കൺഫെഷൻ
ആൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ആ സ്റ്റേറ്റ്മെന്റ് പെടൂലേ? ഓക്കെ സാർ. സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് കൺഫഷൻസ് ഈഫലി റെക്കോർഡ് അണ്ടർ സെക്ഷൻ 180 ആൻഡ് 183. 183 ആണ് പഴയ 164. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റിൽ ആ സ്റ്റേറ്റ്മെന്റും കൂടി വരുന്നില്ലേ സാർ? പിന്നെ ഡെഫിനറ്റ്ലി അക്യൂസ് ഈസ് എൻടൈറ്റിൽഡ്. അക്യൂസിന് ഫ്രീ കോപ്പി കിട്ടേണ്ടതാണ്. പിന്നെ അതിനകത്തൊരു സംഗതി വരുന്നത് വെച്ചെന്നാല് ഈ മറ്റേ എന്താ പറയുക, റേപ്പ് കേസിലൊക്കെ, ഇപ്പൊ പോക്സോ കേസിലൊക്കെ ഈ പിന്നെ എന്താണ് ഐഡന്റിറ്റി ഓഫ് ദി വിക്ടിം കനോട്ട് ബി പബ്ലിഷ്ഡ്, അങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ. അത് കോടതികൾ എടുക്കേണ്ട പ്രിക്കോഷനാണ്. ഈവൻ നിങ്ങൾക്ക് ഡെപ്പോസിഷന്റെ കോപ്പി കിട്ടുമ്പോഴും അവിടെയും പേരുണ്ടാകത്തില്ല. എവിടെ പേരുണ്ടോ ആ പേരെല്ലാം മറച്ചിട്ട് വേണം കോപ്പി എടുക്കാൻ. ഇറ്റ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കോർട്ട്. അതുകൊണ്ട് പ്രതിക്ക് അത് കിട്ടാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം പ്രതിക്ക് ഡിഫൻസ് ഷേപ്പ് ചെയ്യണമെങ്കിൽ അത് വേണ്ടേ, അത് പ്രതിയുടെ റൈറ്റ് ആണ്, ആ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. അതുകൊണ്ടാണ് അതിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ സാർ. ഞാൻ എൻ്റെ ഒരു ജെയുടെ ഒരു കേസിലെ സാർ അവര് തന്നിട്ടുണ്ടായില്ല. പിന്നെ പോയി ചോദിച്ചപ്പോഴൊക്കെ അത് തരാൻ ഭയങ്കര മടിയായിരുന്നു. പിന്നീടാണ് അത് കിട്ടിയത്. അതുകൊണ്ട് ഒരു സംശയമായിരുന്നു സാർ. തരാൻ മടി കാണിക്കാൻ എങ്ങനെ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രൊവിഷൻ അങ്ങനെയല്ല പറയണത്. കാരണം ഈ സംഹിതയും അതിന്റെ CRPCയും കൃത്യമായിട്ട് പറയുന്നത് പ്രതിക്ക് കോപ്പി കൊടുക്കുക എന്നുള്ളത് പ്രതിക്ക് അയാൾക്കെതിരായിട്ടുള്ള വരുന്ന തെളിവുകൾ എന്താണെന്നുള്ളത് അയാൾ അറിഞ്ഞാലല്ലേ അയാൾക്ക് ട്രയൽ നടത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഫെയർ ട്രയലിന്റെ പ്രിൻസിപ്പിളിനെതിരാകും തരിയൽ എന്ന് പറയുന്നതിന്. പിന്നെ തരാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് അത് ഇപ്പൊ വോളുമിനസ് ആയിട്ടുള്ള ഡോക്യുമെന്റോ അല്ലെങ്കിൽ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻസ്പെക്ട് ചെയ്യാനേ പറ്റുള്ളൂ. അത് പ്രൊവിഷൻ ഉണ്ട്. ഇനി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് തീരുമാനിക്കാം ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് തരണ്ടെന്ന് പറഞ്ഞാൽ ആ ഇന്ന പോർഷൻ തരുന്നില്ല. അതും ഇതിനകത്ത് നമ്മൾ വായിച്ചപ്പോൾ അതും കണ്ടല്ലോ. അല്ലാതെ സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റണ 164 സ്റ്റേറ്റ്മെന്റ്? അത് ഈ പലർക്കും ആ തെറ്റിദ്ധാരണയുണ്ട്. പോക്സോ കേസിലൊന്നും 164 സ്റ്റേറ്റ്മെന്റ് ആരും ചോദിക്കാറ് പോലും ഇല്ല. അത് നിങ്ങൾ ഈ 220 225 226 സമയത്ത് 227 പഴയ 207 230 230യുടെ സമയത്ത് നിങ്ങൾക്ക് അത് പിന്നെ കിട്ടാൻ റൈറ്റ് ഉണ്ട്. അർഹത എന്നല്ല, റൈറ്റ് ഉണ്ട്. അതിനകത്തൊരു ഡിസ്പ്യൂട്ട് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഉദാഹരണത്തിന് 164 സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ 180 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു എന്ന് വെച്ചാൽ during the course of investigation, suppose the accused file an application for a certified copy. അങ്ങനെ സർട്ടിഫൈഡ് കോപ്പിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചെന്നാല് സർട്ടിഫൈഡ് കോപ്പിയുടെ ഡെഫിനിഷൻ ഉണ്ട് എവിഡൻസ് ആക്ടിൽ 74 അല്ലേ, 74 പഴയ 74. അതിൽ പറയുന്നത് സർട്ടിഫൈഡ് കോപ്പി കൊടുക്കുന്ന എപ്പോഴാണെന്ന് വെച്ചെന്നാല് വെൻ ദ റൈറ്റ് അറൈസസ് ടു ഇൻസ്പെക്ട് എ ഡോക്യുമെന്റ്, അപ്പോഴേ കിട്ടുള്ളൂ. അതെപ്പോഴാണ് എറൈസ് ചെയ്യണത്? അത് ഈ 230 സമയത്താണ് അല്ലെങ്കിൽ 207 സമയത്താണ്. അപ്പൊ ഈവൻ 207 സമയത്ത് നിങ്ങൾക്ക് സർട്ടിഫൈഡ് കോപ്പി വരെ കിട്ടും. അപ്പൊ ഇവിടെ ഫ്രീ കോപ്പി തരാൻ സ്റ്റാറ്റ്യൂട്ട് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് റൈറ്റ് ഗ്യാരണ്ടീഡ് അണ്ടർ സ്റ്റാറ്റ്യൂട്ട്. അപ്പൊ അത് തരിയലാന്ന് പറയാൻ പറ്റത്തില്ല. തരിയലാന്ന് പറഞ്ഞാൽ എങ്ങനെ പ്രതി കേസ് നടത്തണ്ടേ? പിന്നെ അതിനകത്തൊരു വേണമെങ്കിൽ ഇപ്പൊ സർട്ടിഫൈഡ് കോപ്പിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് വേണമെങ്കിൽ അവർക്ക് ഇൻസിസ്റ്റ് ചെയ്യാം, എന്താണ് ഇത് വേറെ എവിടെയെങ്കിലും കൊടുക്കാൻ പാടില്ല, ഇതിന്റെ മറ്റെന്തെങ്കിലും ഹിന്റ് പുറത്ത് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഒരു അണ്ടർടേക്കിംഗ് മേടിക്കാം സർട്ടിഫൈഡ് കോപ്പിക്കകത്ത്. ഇതിനകത്ത് അതിന്റെ കാര്യമില്ല. കാര്യം നിങ്ങൾക്ക് സ്റ്റാറ്റ്യൂട്ടറി കിട്ടുന്നതാ. പിന്നെ അതിന്റെ പേരും ഒക്കെ വരികയാണെങ്കിൽ അവരെ തിരിച്ചറിയാൻ പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് അതിലുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് മറച്ചു വെച്ചിട്ട് തരാം. അത് ചോദിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്, അത്രേ ഉള്ളൂ. അല്ലാതെ സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റത്തില്ല. തന്നേ പറ്റൂ, കൊടുക്കണമെന്നാണ് ഇതിനകത്ത് പറയണേ. സാർ ഒരു ഡൗട്ട് ഉണ്ട്. ആ സാർ, അതില് വേറൊരു വിറ്റ്നസിന് ഈ വിക്ടിമിന്റെ കോപ്പിക്ക് വേണ്ടി സർട്ടിഫൈഡ് കോപ്പി അപ്ലൈ ചെയ്യാൻ പറ്റൂ? ഇപ്പൊ പോക്സോ കേസിൽ റേപ്പ് കേസ് ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നെങ്കിൽ പിന്നെ പോക്സോ കോടതി 376 കേസ് ട്രാൻസ്ഫർ ആയിട്ട് വന്നു. ആ കേസിൽ വിക്ടിമിന്റെ ഡെപ്പോസിഷൻ, വിക്ടിമിന്റെ മൊഴി എന്ന് പറയുന്നത് തേർഡ് പാർട്ടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ വേറൊരു വിറ്റ്നസിന് ആ കേസിൽ തന്നെയുള്ള വിക്ടിമിന്റെ പറ്റത്തില്ല.
പറ്റത്തില്ലല്ലോ. പറ്റത്തില്ല. ഹസ്ബൻഡാണ് ഈ പറയുന്ന സാക്ഷി, വൈഫാണ് ഈ പറയുന്ന വിക്ടിം. അത് ഫാമിലി കോടതിയിലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇയാൾ അപ്ലൈ ചെയ്യുന്നത്. അത് അനുവദിക്കാൻ പറ്റുമോ? നോർമലി അനുവദിക്കാൻ പറ്റത്തില്ല. വിക്ടിമിന്റെ പറ്റത്തില്ല. ഓക്കെ സാർ, ഓക്കെ. വിക്ടിമിന്റെ പറ്റത്തില്ല. മാത്രമല്ല അതിനകത്ത് വേറെ സംഗതി എന്ന് പറഞ്ഞാൽ നമ്മള് ഏതൊരു സർട്ടിഫിക്കറ്റ് കോപ്പിക്ക് അപ്ലൈ ചെയ്യുമ്പോഴും തേർഡ് പാർട്ടി ആണെങ്കിൽ അത് there should be a judicial order. അങ്ങനെ കിട്ടുള്ളൂ. തേർഡ് പാർട്ടി ആപ്ലിക്കേഷന് കോടതി പരിശോധിച്ചിട്ട് കോടതി ഉത്തരവിടണം. അല്ല സാധാരണ സർട്ടിഫിക്കറ്റ് കോപ്പി അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടണ പോലെ എടുക്കാൻ പറ്റത്തില്ല തേർഡ് പാർട്ടി ആണെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പൊ അതിനകത്ത് ജുഡീഷ്യൽ അപ്രീസിയേഷൻ നടത്തിയിട്ട് ആ കോപ്പി കിട്ടും. ആ പർപ്പസ് ഒക്കെ നോക്കിയിട്ട് പിന്നെ കിട്ടും. അത് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല നോർമലി. അപ്പൊ സാർ അപ്പൊ നമ്മൾ വല്ല MCO അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ഫയൽ ചെയ്യേണ്ടി വരും? ഏതാ? അല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ നമ്മൾ ഈ തേർഡ് പാർട്ടി ആണെങ്കിൽ കോപ്പി നോർമലി അഫിഡവിറ്റ് കൂടെ ഫയൽ ചെയ്യണം. അതിന്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ ഫയൽ ചെയ്യണം. മനസ്സിലായില്ലേ? ഓക്കെ സാർ, ഓക്കെ. അപ്പൊ നമ്മൾ CMP ആയിട്ട് ആ കേസിൽ ഫയൽ ചെയ്യാം അല്ലേ സാർ? അങ്ങനെയാണെങ്കിൽ ഏതാ? അല്ല അങ്ങനെയാണെങ്കിൽ CMP ആയിട്ടാണോ അതോ വെറും MC ആയിട്ടാണോ സാർ ഫയൽ ചെയ്യാം? കോപ്പി ആപ്ലിക്കേഷൻ ആയിട്ട് ഫയൽ ചെയ്യണം. കോപ്പി ആപ്ലിക്കേഷൻ ആയിട്ട് C ആയിട്ട് ഫയൽ ചെയ്യണം. ഓക്കെ സാർ. സാർ അത് അനുവദിക്കാറുണ്ടോ അങ്ങനെ ഒരു തേർഡ് പാർട്ടി പെറ്റീഷൻ അഫിഡവിറ്റ് ഫയൽ ചെയ്ത കോടതി? തേർഡ് പാർട്ടി പെറ്റീഷനില് ഈ സെക്ഷൽ ഒഫൻസിൽ അല്ലാത്ത കേസുകളിൽ അനുവദിക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. കോടതി ഇപ്പോൾ വേറൊരു കോടതി ഇപ്പോൾ അതുമായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കേസ് വരികയാണ്, എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അത് അനുവദിക്കുന്ന തടസ്സമില്ല. പക്ഷെ ഈ പറഞ്ഞ പിന്നെ ഈ 67 തൊട്ടുള്ള കേസുകളിലെ വിക്ടിമിനാണെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല എന്നാണല്ലോ പറയുന്നത്. അത് വേറെ മൂന്നാമതൊരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിന്റെ പ്രൊസീഡിങ്സ് തന്നെ ഇൻ ക്യാമറ ആയിട്ടില്ലേ നടത്തണേ? അതെ സാർ, അതെ സാർ. അപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ശരി സാർ. ഏതാ? അതായത് സബ്ജക്ട് ടു ദ പ്രൊവിഷൻ ഓഫ് സംഹിത റിലേറ്റിംഗ് ദ ബെയിൽ റിമാൻഡ് ദ അക്യൂസ്ഡ് ടു ദ കസ്റ്റഡി ഡ്യൂറിംഗ് അണ്ടിൽ ദ കൺക്ലൂഷൻ ഓഫ് ദ ട്രയൽ. അതിന് വിധേയമായിട്ട്, അതായത് ട്രയലിന് വിധേയമായിട്ട് പിന്നെ ബെയിലിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാം. അതായത് കസ്റ്റഡിയിലുള്ളതാണെങ്കിൽ പിന്നെ അത് പിന്നെ കമ്മിറ്റിയോടൊപ്പം തന്നെ അവിടെ ഹാജരാക്കാൻ പറയണം. കമ്മിറ്റി കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റി കോർട്ടിന് പവർ ഇല്ലല്ലോ. മനസ്സിലായില്ലേ? അല്ല 187 അല്ല. നമ്മള് ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത 187 പോയി. പിന്നെ റിമാൻഡ് വരുന്നത് 309 ആണ്, പഴയ 309 ആണ്. അല്ല ഡിഫോൾട്ട് ബെയിലിൽ പോയാൽ ബെയിലാകുമ്പോ റിമാൻഡ് എങ്ങനെ വന്നെ? അല്ലല്ല വീണ്ടും റിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ബെയില് പോയാൽ പിന്നെ ആ ബെയില് കണ്ടീഷൻ വയലേറ്റ് ചെയ്ത് ബെയില് ജമ്പ് ചെയ്താൽ മാത്രമേ അടുത്ത ഫർദർ റിമാൻഡ് വരുന്നുള്ളൂ. കാര്യം വൺസ് ഡിഫോൾട്ട് ബെയിലാണെങ്കിലും മറ്റേ ബെയിലാണെങ്കിൽ വൺസ് ബെയിൽ എടുത്താൽ അതിന്റെ കാലാവധി എന്ന് പറഞ്ഞ കൺക്ലൂഷൻ ഓഫ് ദ ട്രയൽ വരെയാണ്. മനസ്സിലായില്ലേ? ആ ബെയില് ക്യാൻസൽ ചെയ്യാതെ അയാളെ പിന്നെ റിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? അപ്പൊ വേറെ എന്താ? അല്ല സാർ, അപ്പൊ ആ ഒരു കമ്മിറ്റിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെയിലാണെങ്കിൽ ബെയിൽ എക്സ്റ്റൻഷൻ അല്ലേ സാധാരണ കൊടുക്കാറുള്ളത്? ബെയിൽ എക്സ്റ്റൻഷൻ എന്ന ക്വസ്റ്റ്യൻ ഇല്ല. ഗ്രാൻഡഡ് ബെയിൽ that is still in existence till the conclusion of the trial. നമ്മൾ കോടതിയിൽ പറയുന്നത് ഓൾറെഡി ഓൺ ബെയിലാണെന്ന് പറഞ്ഞിട്ട് മെമ്മോ ഫയലേ ഫയൽ ചെയ്യുള്ളൂ. ബെയിൽ എക്സ്റ്റൻഷന്റെ ക്വസ്റ്റ്യൻ ഇല്ല. നമ്മൾ പറയണത് എഴുതുമ്പോ ബെയിൽ എക്സ്റ്റൻഷൻ മെമ്മോ എന്ന് എഴുതിയിട്ടാണ് കൊടുക്കാറ്.
ബെയിൽ എക്സ്റ്റൻഷൻ എങ്ങനെയാ വരുന്നത്? ബെയിൽ എക്സ്റ്റൻഷൻ ഇല്ല. ബെയിൽ എടുക്കുക എന്ന് പറഞ്ഞാല് കൺക്ലൂഷൻ ഓഫ് ദ ട്രയൽ വരെയാണ് ബെയിൽ എടുക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ കോടതി പറയേണ്ടത്, മെമ്മോ കൊടുക്കേണ്ടത് ആൾറെഡി ഓൺ ബെയിൽ എന്നാണ് പറയേണ്ടത്. എക്സ്റ്റൻഷൻ ഇല്ല. ബെയിൽ എക്സ്റ്റൻഷൻ എങ്ങനെ വന്നെ? ബെയിൽ എക്സ്റ്റൻഷൻ ഇല്ല. ഓക്കെ സർ, ഓക്കെ. എന്നാൽ ബെയില് നിങ്ങൾ ബെയില് ജമ്പ് ചെയ്താല് എന്താണ് അവിടെ ബെയിൽ കണ്ടീഷൻ വയലേറ്റഡ് ആയി. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോർഫീച്ചർ വരും. ബോണ്ട് ഫോർഫീച്ചർ ഓട്ടോമാറ്റിക് ആണ്. നോ ഓർഡർ ഈസ് നെസസറി. വെൻ യു fail to comply the conditions in the bail, the forfeiture will automatically come into play. പഴയ 446 വരെ നമ്മൾ ആ ബോണ്ടിന്റെ അത് പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ റിമാൻഡ് എന്ന് പറയുന്നത്, ഞാനത് നേരത്തെ പറഞ്ഞതാണ്, 187 റിമാൻഡും അതുപോലെ തന്നെ ട്രയലിലോട്ട് പോകുമ്പോൾ പിന്നെ പഴയ 309 റിമാൻഡാണ് വരുന്നത്. 309 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ 346. അപ്പൊ അവിടുത്തെ റിമാൻഡ് ഏതാണ്? 346 അനുസരിച്ചാണ് റിമാൻഡ് ചെയ്യണത് ട്രയലിലോട്ട് വരുമ്പോ. മനസ്സിലായല്ലേ? അപ്പൊ കമ്മിറ്റൽ പ്രൊസീഡിങ്സിൽ പ്രതിക്ക് ജാമ്യം ഇല്ല എന്ന് വെച്ചോളൂ. അതായത് ഇൻ ടൈം ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തു. പിന്നെ റിമാൻഡ് വരുന്നത് 187 അല്ല. പിന്നെ റിമാൻഡ് വരുന്നത് ഈ എത്ര പറഞ്ഞത് 346 ആണ്. 309 പഴയ 346 അതനുസരിച്ചിട്ടാണ് വരുന്നത്. യെസ്, ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും സംശയം ഉണ്ടോ ഇനി അതിനകത്ത് ആ ചാപ്റ്ററിൽ? ഇല്ല. അത് കൊടുക്കണം. അത് വേണമെങ്കിൽ ഇത് പെൻഡ്രൈവിലാക്കി കൊടുക്കാം. ഈ പറഞ്ഞ പോലെ ഇപ്പോ എന്താണ് ലാപ്ടോപ്പിലൊക്കെ ഉള്ള എന്തെങ്കിലും ഒബ്സീൻ സീൻസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ കോപ്പി കിട്ടത്തില്ല. യു ക്യാൻ ഇൻസ്പെക്ട് ദാറ്റ്. അല്ല, അതിന്റെ കോപ്പി പെൻഡ്രൈവിൽ എടുത്ത് തരത്തില്ല. അത് നിങ്ങൾക്ക് പിന്നെ കോടതിയുടെ പ്രസൻസിൽ അല്ലെങ്കിൽ അവിടുത്തെ JS-ന്റെ പ്രസൻസിൽ അത് നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാം. അതിന്റെ കോപ്പി കിട്ടത്തില്ല. അതില് ഈ 228-ന്റെ പ്രൊവിഷൻ പറഞ്ഞപ്പോ ഞാൻ ഈ റൂൾസ് ഓഫ് പ്രാക്ടീസിൽ ഒരു പ്രൊവിഷൻ പറഞ്ഞായിരുന്നോ? 33 അല്ലേ സർ പറഞ്ഞായിരുന്നു. സ്പെഷ്യൽ വക്കാലത്ത് വേണം അതിനകത്ത്. സ്പെഷ്യൽ വക്കാലത്ത്. ഓക്കെ. ഇനി സാറേ, ഈ സ്പെഷ്യൽ വക്കാലത്ത് നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ ചെയ്യുമ്പോഴേ അത് എംബസി വഴി തന്നെയാണ് അറ്റസ്റ്റ് ചെയ്ത് വരേണ്ടത്? അതോ നമുക്ക് ഇവിടെ നിന്ന് വെറുതെ അയച്ചു കൊടുത്തിട്ട്? അത് അതിന്റെ 32 നോക്കിയാൽ മതി. 32-ല് വക്കാലത്ത് അറ്റസ്റ്റേഷൻ പറയുന്നുണ്ട്. വക്കാലത്ത് അറ്റസ്റ്റ് ചെയ്യാവുന്നവരുടെ ഒരു കാറ്റഗറി പറയുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട്. MLA, MP, പഞ്ചായത്ത് മെമ്പർ, മുനിസിപ്പൽ, അതൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം പറയുന്നുണ്ട് ഒരു കൗൺസിലിന്റെ കാര്യം പറയുന്നുണ്ട്. വക്കീലിനെ അറ്റസ്റ്റ് ചെയ്യാം. അതായത് ഒരു വക്കീലിന് വക്കാലത്ത് കൊടുത്തെന്ന് വെച്ചോളൂ. സിഗ്മയാണോ ചോദിച്ചത്? നമ്മളിത് ചെയ്യാറുണ്ട് സാർ. അപ്പൊ പുറത്ത് ഉള്ള ആളുകളാണെങ്കിൽ എംബസി വഴി അറ്റസ്റ്റ് ചെയ്ത് വരണം എന്ന് പറഞ്ഞു. അല്ല, പഴയ 205-ന്റെ ഇത് കൊടുക്കുമ്പോഴേ സാർ, വക്കാലത്ത് കൊടുക്കുമ്പോ അപ്പോ പുറത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് എംബസി വഴി അറ്റസ്റ്റ് ചെയ്ത് വരണം എന്ന് പറഞ്ഞു. അപ്പോ അത് അങ്ങനെ ഉണ്ടോന്ന് ഞാൻ ചോദിച്ചതെന്നുള്ളൂ സാർ. അല്ല, എംബസി വഴി അറ്റസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല് പിന്നെ അതിനകത്തൊരു പ്രോബ്ലം ഉള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ സിഗ്മക്ക് ഒരു ഇവിടെ ഉള്ള ഒരാൾ കൊണ്ടൊരു വക്കാലത്ത് തന്നു വെച്ചോളൂ.
ആ സാർ. അയാൾ പിന്നെ സിഗ്മക്ക് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ഇവിടെ ചെയ്യണത് വേറെ ഒരു വക്കീലാണ് അറ്റസ്റ്റ് ചെയ്യണത്. സിഗ്മക്ക് പരിചയമുള്ള ഒരാളാണെങ്കിലോ? സിഗ്മക്ക് പരിചയമുള്ള ഒരാളാണെങ്കിലോ? തൃശ്ശൂരൊക്കെ ക്ലർക്കുമാരാണ് സാർ ചെയ്യണത്. പാലക്കാട് പക്ഷെ ഇങ്ങനെയാണ് ചെയ്യണത്. എനിക്കങ്ങനെ ക്ലർക്കിന് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അതാത് വക്കീലിന് അറ്റസ്റ്റ് ചെയ്യണമെങ്കിൽ അയാളെ പേഴ്സണലി നോൺ ടു മീ എന്നുള്ള കാര്യം എഴുതണം. നിങ്ങൾക്ക് പേഴ്സണൽ നോളജ് ഇല്ലാത്തതാണെങ്കിൽ വേറൊരു അഡ്വക്കേറ്റിന് അറ്റസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പിന്നെ ചില ഇതുണ്ട്. ഒപ്പിട്ടത് കണ്ടു, അതായത് വക്കാലത്ത് ഒപ്പിട്ടത് കണ്ടു എന്നല്ല സാർ ആ വെരിഫിക്കേഷനിൽ വരുന്നത്. അതായത് രണ്ടൊപ്പ് വേണം വക്കാലത്തിൽ. വക്കാലത്ത് അക്സെപ്റ്റ് ചെയ്ത ഒപ്പ് വേണം, ഒപ്പ് അറ്റസ്റ്റ് ചെയ്ത ഒപ്പ് വേണം. വക്കീലിന് രണ്ടൊപ്പ് വേണം. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചെന്നാല് അതിന്റെ പ്രൊവിഷൻ ഇപ്പൊ എടുത്തു തരാം. ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസില് Rule 32. Rule 32 പറഞ്ഞത് ഇതാണ്: ഫോം ആൻഡ് അറ്റസ്റ്റേഷൻ ഓഫ് ദി വക്കാലത്ത്. എവരി വക്കാലത്ത് ഷാൽ, unless otherwise permitted by the court, be in judicial form number 57. The name of the pleader, or if more than one pleader is appointed, the names of the pleaders shall be inserted in the wakalat before it is executed. It shall be dated at the time of execution and of its acceptance. Its execution shall be attested by a judicial officer, a district registrar, or a sub-registrar, the chief ministerial officer of civil or criminal court in the state of Kerala, member of parliament or of the legislature of any state in India, the chairman, executive authority or member of any municipal council, corporation or other local authority in India, a village officer, a gazetted officer in the service of the central government or any state of India, a commissioned officer in the defense force of India, an ambassador or envoy duly accredited by or to central government, or a pleader other than the pleader accepting the wakalat. മനസ്സിലായില്ലേ? pleader other than the pleader accepting the wakalat. ഇനി താഴെ പറയുന്നുണ്ട്, provided that the pleader accepting the wakalat may attest the wakalat where the executant is personally known to him and an endorsement to that effect is made by the pleader. അതായത് നിങ്ങൾക്ക് തന്നെ അറ്റസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്താണ് എഴുതേണ്ടത്? ദ എക്സിക്യൂട്ടന്റ് ഈസ് പേഴ്സണലി, അത് നിങ്ങളുടെ വക്കാലത്ത് ഫോമിൽ ആ കോളം കാണും. അതിനകത്ത് പേഴ്സണലി നോൺ ടു മീ എന്ന് എഴുതണം. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ നോളജ് ഇല്ലാത്ത ഒരാളുടെ അറ്റസ്റ്റേഷൻ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അത് വേറൊരു വക്കീലാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആൾക്കാർ ആരെങ്കിലും ഒരാൾ. അതിനകത്ത് അഡ്വക്കേറ്റ് ക്ലർക്കിന്റെ പേര് കണ്ടില്ല. അഡ്വക്കേറ്റ് ക്ലർക്ക് ഇല്ല കേട്ടോ, അതിനകത്ത് ഇല്ല. പക്ഷെ ഇത് ഈ സിവിൽ റൂൾസുമായിട്ട് വ്യത്യാസമുണ്ട്. സിവിൽ റൂൾസിൽ ഈ ഒരു പ്രൊവൈസോ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ വേറൊരു വക്കീലിനെ അറ്റസ്റ്റ് ചെയ്യണമെന്നാണ്. ഞാൻ സബ്ജക്റ്റ് കറക്ഷൻ, ഞാൻ അങ്ങനെ വായിച്ചപ്പോൾ അങ്ങനെ തോന്നിയത് നേരത്തെ. അപ്പൊ ഇവിടെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. സാർ, ഞാൻ ഇതിന്റെ ഒരു സ്പെഷ്യൽ വക്കാലത്തിന്റെ ഫോം എടുത്ത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ സാർ. അതെ, ഇതിനകത്തുണ്ട്, നമ്മുടെ ഇതിലുണ്ടല്ലോ സ്പെഷ്യൽ വക്കാലത്തിന്റെ. അപ്പൊ അത് നിങ്ങളെ അതിന്റെ ഒരു ഫോട്ടോ ഉള്ളതിന് എടുത്തിട്ടിട്ടുണ്ട്. അതിലിങ്ങനെ വിറ്റ്നസ് കാണുന്നുണ്ട്. പിന്നെ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ അറ്റസ്റ്റേഷൻ ആണ്. അറ്റസ്റ്റേഷൻ ഈ അംബാസഡർക്ക് അറ്റസ്റ്റ് ചെയ്യാം. അംബാസഡർ മുമ്പിൽ വെച്ചിട്ട് അറ്റസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തന്നാൽ മതി. ഓക്കെ സാർ, അപ്പൊ അങ്ങനെ ചെയ്യാൻ കണ്ടിട്ടുണ്ട് സാർ. അപ്പൊ അതൊന്ന് ഓക്കെ.
ഓക്കെ. അപ്പോൾ ഈ 205 പെറ്റീഷൻ അല്ലെങ്കിൽ 229 പെറ്റീഷൻ കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വേണം. സ്പെഷ്യൽ വക്കാലത്ത് വേണം, പിന്നെ അതിനകത്ത് അണ്ടർടേക്കിംഗ് വേണം, എന്താണ് കോടതി പറയുമ്പോൾ ഹാജരാകാന്ന് വേണം, പ്രതിയുടെ ഐഡന്റിറ്റി ഡിസ്പ്യൂട്ട് ചെയ്യില്ല എന്ന് എഴുതി കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ 205 പെറ്റീഷൻ അനുവദിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഉണ്ടോ ഇത് ബന്ധപ്പെട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആയില്ലേ? ആ ചാപ്റ്റർ ക്ലിയർ ആയില്ലേ? അപ്പൊ can you point out any two circumstances in which a complaint can be dismissed? പ്രൊവിഷൻ കൂടെ പറയാവോ? ഇങ്ങനെ വിഡ്രോ ചെയ്യാം, ഓതറൈസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കണ്ടംപ്റ്റ് ഒക്കെ വരുമ്പോ ആർക്കാണ് വിഡ്രോൾ കൊടുക്കാൻ പറ്റണേ? ഇത് ഓതറൈസ് ചെയ്ത ആൾക്ക്, അതായത് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ഓതറൈസ് ചെയ്ത ആൾക്ക് അത് വിഡ്രോ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറ. ആ ഓഫീസറുടെ സുപ്പീരിയർ ഓഫീസർ ആരാണോ സബോർഡിനേറ്റ് നിൽക്കുന്നത് ആ ഓഫീസർക്ക് അത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കോടതിയിൽ ഏത് സമയത്ത് വിഡ്രോ ചെയ്യാൻ കൊടുക്കാൻ പറ്റുമോ? അതായത് കംപ്ലൈന്റ് കൊടുത്തു, കംപ്ലൈന്റിന്റെ പിന്നെ കൊഗ്നിസസ് എടുത്ത് ഞങ്ങൾ പോയി പ്രതിക്ക് സമർപ്പിച്ചു ബിഫോർ കൺക്ലൂഷൻ ഓഫ് ദ ട്രയൽ. ഓക്കെ. യെസ്, നെക്സ്റ്റ് പാർട്ട് ചാപ്റ്റർ ചാർജ് ആണ്. നമുക്ക് അടുത്ത ദിവസം നോക്കാം അല്ലേ? ചാർജ് ഇത്തിരി വിശദമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. സാർ നമ്മൾ 233 വായിച്ചു സാർ. 233 ഷോ അത് അയ്യോ അതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്, അതേ വിട്ടുപോയി. 233 എന്ന് പറയുന്നത് പഴയ ട്യൂട്ടൺ ആണ്. ഒരു കൺഫ്യൂഷനുള്ള ഏരിയ ആണത്, മനസ്സിലായില്ല? ഞാൻ അതിന്റെ ജസ്റ്റ് ഒന്ന് വായിക്കുന്നു, പറയാം, അതിന്റെ സിറ്റുവേഷൻ പറയാം. അതായത് പ്രാക്ടിക്കലി വരുന്ന കേസുകളാണ്. ഇപ്പൊ ഒരു FIR-ല് 3 പ്രതികളുണ്ടെന്ന് വെച്ചോളൂ. 3 പ്രതികളുണ്ട്. ആ 3 പ്രതികള് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് 2 പ്രതികളെ ഒഴിവാക്കി കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കുന്നു, പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നു. അപ്പൊ ഇത് പിന്നെ വിക്ടിം അറിയുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ 3 പേർക്ക് അതിൽ കേസ് കൊടുത്തിട്ട് 3 പേര് ഇപ്പൊ ഇല്ല, ഫലത്തിൽ 2 പേരേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പൊ അയാൾ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് കോടതി ഫയൽ ചെയ്യുന്നു. ഈ 3 പ്രതികൾക്കെതിരായിട്ട്
പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുന്നത്. അപ്പൊ ഒരേ സംഭവത്തെ സംബന്ധിച്ച് ഒരു പോലീസ് ചാർജ് കേസും ഒരു പ്രൈവറ്റ് കംപ്ലൈന്റും വരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയലിലെടുത്തു. പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയലിലെടുത്ത് കഴിഞ്ഞിട്ട് 3 പ്രതികൾക്ക് സമൻസ് അയച്ചു. അപ്പോൾ ഒരിടത്ത് ഒരു പ്രതിക്കെതിരെ പോലീസ് ചാർജ് കേസ് അങ്ങ് പോകുന്നു, ഒരിടത്ത് 3 പ്രതികൾക്കെതിരെ പിന്നെ പ്രൈവറ്റ് കംപ്ലൈന്റ് പോകുന്നു. അങ്ങനെ വരുമ്പോൾ എന്ത് പ്രൊസീഡിങ്സ് ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ 233 അപ്ലിക്കബിൾ ആണോ എന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഇനി നമുക്ക് 233 വായിക്കാം. ഈ എക്സാമ്പിൾ അവിടെ നിൽക്കട്ടെ, മനസ്സിലൊക്കെ നിൽക്കട്ടെ. Procedure to be followed when there is a complaint case and a police investigation in respect of the same offense. ഇനി അതൊന്ന് വായിക്കാം. സിഗ്മ തന്നെ ഒന്ന് വായിക്കൂ. ക്ലോസ് 1 വായിക്കും. Subsection 1. When in a case instituted otherwise than on a police report, hereinafter referred to as complaint case, it is made to appear to the magistrate during the course of the inquiry or trial held by him that an investigation by the police is in progress in relation to the offence which is the subject matter of the inquiry or trial held by him. The magistrate shall stay the proceedings of such inquiry or trial and call for a report on the matter from the police officer conducting the investigation. അപ്പോൾ ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ്? വെൻ ഇൻ എ കേസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അതർവൈസ് താനെ പോലീസ് റിപ്പോർട്ട്, അതായത് ഒരു പ്രൈവറ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ ഇറ്റ് ഈസ് മെയ്ഡ് ടു അപ്പിയർ ടു ദ മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടുകയാണ്. എന്താ ബോധ്യപ്പെട്ടത്? ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് എൻക്വയറി that an investigation by the police is in progress in relation to the same offense. അപ്പൊ ഈ പ്രൈവറ്റ് കംപ്ലൈന്റിൽ പറയുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ആണെങ്കിൽ കോടതി എന്ത് ചെയ്യണം? ആ ഒഫൻസിന്റെ സെയിം സബ്ജക്റ്റ് മാറ്റർ ആണ് ഈ എൻക്വയറി നടക്കുന്നതെങ്കിൽ മജിസ്ട്രേറ്റ് ആ എൻക്വയറിയിലെ പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? കോൾ ഫോർ എ റിപ്പോർട്ട് ഫ്രം ദി പോലീസ്. അപ്പോ 233 ക്ലോസ് 1 അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഒരു കംപ്ലൈന്റ് കേസ് ഉണ്ടാവണം. ആ കംപ്ലൈന്റ് കേസിന്റെ അതേ ഒഫൻസ് സബ്ജക്ട് മാറ്റർ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആദ്യം ഏതാ ഉണ്ടായിരിക്കേണ്ടത്? ആദ്യം ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരിക്കണം, സബ്സിക്വന്റ് ആയിരിക്കണം കംപ്ലൈന്റ്. മനസ്സിലായില്ലേ? അപ്പോ ഫോർ ഇൻവോക്കിംഗ് സെക്ഷൻ 233 the prime condition is that a complaint should be there and a police investigation has already been there, and both the investigation and the investigation and the complaint is with respect to the same offense relating to the same subject matter. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? The magistrate shall stop the proceedings in the inquiry. എന്നിട്ട് എന്ത് ചെയ്യണം? Call for a report from the police. ഇനി ആ ഇൻവെസ്റ്റിഗേഷനിൽ ക്ലോസ് 2 വായിക്കുക. ആ ഇൻവെസ്റ്റിഗേഷനിൽ ക്ലോസ് 2 കൂടെ വായിച്ച സിഗ്മ. Subsection 2. If a report is made by If a report is made by the investigating police officer under section 193 and on such report cognizance of any offence is taken by the magistrate against any person who is an accused in the complaint case, the magistrate shall inquire into or try to get the complaint case and the case arising out of the police report as if both cases were instituted on a police report. അപ്പൊ ആ ഇൻവെസ്റ്റിഗേഷനുള്ള കേസിനെ സംബന്ധിച്ച് ഒരു പോലീസ് റിപ്പോർട്ട് ഫയൽ ചെയ്തു 193 പ്രകാരം. അതായത് ആഫ്റ്റർ കംപ്ലീറ്റ് ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തു. ആ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ അത്
എങ്ങനെയാണെങ്കിലാണ് എഗൈൻസ്റ്റ് എനി പേഴ്സൺ ഹൂ ഈസ് എൻ അക്യൂസ് ഇൻ ദ കംപ്ലൈന്റ് കേസ്. ആ കംപ്ലൈന്റ് കേസിലെ പ്രതിക്ക് എതിരായിട്ടാണ് അത് കൊടുത്തതെങ്കിൽ എന്ത് ചെയ്യണം? ഈ രണ്ട് കേസും കൂടെ ഒരുമിച്ച് ക്ലബ് ചെയ്ത് ആസ് ഇഫ് ബോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പോലീസ് റിപ്പോർട്ടായിട്ട് എടുക്കണം. രണ്ടും കൂടി നമ്മൾ ക്ലബ് ചെയ്യുന്നതിന് പറയും. ക്ലബ് ചെയ്ത് രണ്ടും പോലീസ് റിപ്പോർട്ട് പ്രകാരം എടുത്ത കേസായിട്ട് കൂട്ടണം. ഇനി അടുത്തത് എന്താ? ക്ലോസ് 3. If the police report does not relate to any accused in the complaint. നേരത്തെ ഉള്ള കംപ്ലൈന്റിൽ പറയുന്ന ഒരു പ്രതിയും ഈ പോലീസ് റിപ്പോർട്ടിൽ പ്രതിയായിട്ടില്ല എങ്കിൽ, or the magistrate does not take cognizance any offense on the police report. പോലീസ് റിപ്പോർട്ടിൽ cognizance എടുത്തില്ല എങ്കിൽ he shall proceed with the inquiry or trial which was stayed by him in accordance to Proceedings Sanhita. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ 233 അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കംപ്ലൈന്റ് വേണം, പ്രൈവറ്റ് കംപ്ലൈന്റ് വേണം. ആ പ്രൈവറ്റ് കംപ്ലൈന്റിന് മുമ്പ് തന്നെ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വേണം. അത് സെയിം ഒഫൻസിനെ കുറിച്ചായിരിക്കണം, സെയിം ട്രാൻസാക്ഷൻ ആയിരിക്കണം. അതാണ് അതിന്റെ അർത്ഥം, ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റ് പ്രൈവറ്റ് കംപ്ലൈന്റിലെ എൻക്വയറി അത് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? പോലീസിനോട് റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യണം. ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ, ആ ഇൻവെസ്റ്റിഗേഷൻ എന്തായി? അപ്പൊ അവര് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് 193 പേര് റിപ്പോർട്ട് ഫയൽ ചെയ്താൽ ആ റിപ്പോർട്ട് പ്രകാരമുള്ള അക്യൂസ്ഡ് ഈ അന്യായത്തില്, അതായത് പ്രൈവറ്റ് കംപ്ലൈന്റിലെ അക്യൂസ് തന്നെയാണെങ്കിൽ ആ രണ്ട് കേസും പോലീസ് റിപ്പോർട്ടിലൂടെ വന്നതായിട്ട് കൂട്ടി ഒരുമിച്ച് അങ്ങ് ട്രൈ ചെയ്യണം. ഇനി പിന്നെ ഒരേ പ്രതി അല്ല എങ്കിൽ ഈ ക്ലോസ് അനുസരിച്ച് ക്ലബിംഗ് ഇല്ല, ചെയ്യാൻ പാടില്ല. അത് നേരത്തെ നിർത്തിയെടുത്തുനിന്ന് കണ്ടിന്യൂ ആയിട്ട് തുടങ്ങണം. അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ടിൽ കോഗ്നിസൻസ് എടുത്തില്ല എങ്കിലും ഇത്, അതായത് ആ സ്റ്റേ എന്ന് പറയുന്നത് പോലീസ് റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത് വരെ ഉള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് പോകണം. ഇതാണ് 233 വരുന്ന കേസ്. പക്ഷെ 233 എന്ന് പറയുന്നത് സാധാരണഗതി ഞാൻ നേരത്തെ പറഞ്ഞു തീർത്ത ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ. അതായത് 3 പ്രതികള് പോലീസ് FIR ഉണ്ടായിരുന്നു. 2 പ്രതികളെ, ഒരു പ്രതിയെ ചാർജ് കൊടുത്തു, 2 പ്രതികളെ ഒഴിവാക്കി. അപ്പോ വിക്ടിം കൊണ്ടുവന്ന് 3 പ്രതികൾക്കെതിരെ അന്യായം ഫയൽ ചെയ്തു. അപ്പൊ നോർമലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചെന്നാല് അത് ഒരു സെയിം ട്രാൻസാക്ഷൻ ആണെങ്കിലും അതൊരു സെയിം ഒഫൻസ് ആയിരിക്കാൻ ഒരു സാധ്യതയില്ല. വേറൊരു വെർഷനാണത്, അല്ലെ? ദ വെർഷൻ ഓഫ് ദ പോലീസ് റിപ്പോർട്ട് മേ ബി എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ദി കംപ്ലൈന്റ്. അങ്ങനെയാണെങ്കിൽ ഈ 233 ഈസ് നോട്ട് ആപ്ലിക്കബിൾ. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു പോലീസ് ചാർജ് കേസുണ്ട്, ഒരു പ്രതിയാണ്. പ്രൈവറ്റ് കംപ്ലൈന്റിൽ 3 പ്രതിയാണ്. 233 അപ്ലൈ ചെയ്യില്ല. അപ്പൊ എന്ത്? രണ്ടും എടുത്തു. പോലീസ് ചാർജ് കേസ് എടുത്തു, കംപ്ലൈന്റ് കേസ് എടുത്തു. കംപ്ലൈന്റ് കേസിൽ 3 പ്രതികൾക്ക് സമൻസ് അയച്ചു. അവർ വന്നു, ട്രയൽ നടത്തി, പോലീസ് റിപ്പോർട്ടും ട്രയൽ നടത്തി. അങ്ങനെ ട്രയൽ നടത്തി. പോലീസ് റിപ്പോർട്ട് ആണല്ലോ ആദ്യം വന്നത്. ആ പോലീസ് റിപ്പോർട്ട് വന്നപ്പോൾ പോലീസ് റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഒരു പ്രതി അതിനകത്തുണ്ട്, മറ്റേ പ്രതി ഇതിനകത്തുണ്ട്, ആ പ്രതി തന്നെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് 3 പ്രതികള്, പോലീസ് റിപ്പോർട്ടിൽ 1 പ്രതിയാണ്. അങ്ങനെ വരുമ്പോ പോലീസ് റിപ്പോർട്ടിൽ 1 പ്രതി അക്യൂറ്റ് ചെയ്താൽ ആ പ്രതി 2ാമത്തെ കേസിന്റെ ട്രയൽ ബ്ലോക്ക് ആവും. പിന്നെ ട്രയൽ നടത്താൻ പറ്റാതെ വരും. ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാ? പഴയ 300 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 20 ക്ലോസ് 2 അല്ലെ, ഡബിൾ ജി അപ്പാരന്റ് വരും. അപ്പൊ കോടതി പറഞ്ഞു എന്താന്ന് വെച്ചാല് അങ്ങനെ വരുന്ന കേസുകളിൽ ഈ ക്ലബിംഗ് അല്ല, 233 ഹാസ് നോ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ 210 ഹാസ് നോ ആപ്ലിക്കേഷൻ. ബട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കോടതി സൈമൾട്ടേനിയസ് ട്രയൽ നടത്തണം. ട്രയൽ നടത്തി പോലീസ് റിപ്പോർട്ടിലെ ട്രയൽ കഴിഞ്ഞാൽ അതിന്റെ ജഡ്ജ്മെന്റ് റിസർവ് ചെയ്യണം. എന്നിട്ട് കംപ്ലൈന്റ് കേസിന്റെ ട്രയൽ നടത്തിയിട്ട് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ജഡ്ജ്മെന്റ് പറയണം. അപ്പൊ ഡബിൾ ജിയോപാറ്റ് വരത്തില്ല. മനസ്സിലായില്ലേ? അത്
അത് നിങ്ങളെ ഞാൻ 2 ഡിസിഷൻ പറഞ്ഞു തരാം. ആ ഡിസിഷൻ വായിച്ചാൽ കൃത്യമായിട്ട് വരും. പഴയ ജസ്റ്റിസ് പപ്പനാവൻ ജഡ്ജിന്റെ ഒരു ഡിസിഷൻ ഉണ്ട്. അത് ബേസ്ഡ് ഓൺ സുപ്രീം കോടതി ഡിസിഷൻ ആണ്. അത് ആ 1986 KHC 50. അത് മനു വേഴ്സസ് സ്വാമിനാഥൻ. അത് കേരള ഹൈക്കോടതി ഡിസിഷൻ ആണ്. ജസ്റ്റിസ് പപ്പനാവൻ ജഡ്ജിന്റെ ഡിസിഷൻ ആണ്. അത് ബേസ് ചെയ്തിരിക്കുന്നത് ഹർജിന്ദർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1985 SCC ക്രിമിനൽ 93. 1985 SCC ക്രിമിനൽ 93. ഒരെണ്ണം കൂടെ ഉണ്ട്. AR 1980 സുപ്രീം കോർട്ട് 1750. കൃഷ്ണൻ വേഴ്സസ് സൂരജ് ഭാൻ. കൃഷ്ണൻ വേഴ്സസ് സൂരജ് ഭാൻ. ഇത് മൂന്നും വായിച്ചാൽ ഈ 210 ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഏരിയ ആണ്. എല്ലാവർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പൊ പ്രതികളെ മാറ്റിയിട്ട് വേറെ പ്രതികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഇതിന്റെ ആപ്ലിക്കേഷൻ വരത്തില്ല. അപ്പോൾ WGF ആയിട്ട് വരാതിരിക്കണമെങ്കിൽ സൈമൾട്ടേനിയസ് ട്രയൽ നടത്തുക, ജഡ്ജ്മെന്റ് ഒറ്റ ദിവസം പറയുക. അപ്പോൾ മറ്റേ ഓട്ടോഫ്രൈസ് കൺവിക്ഷന്റെ ഇതിൽ വരത്തില്ല. 300 പഴയ 300 വരത്തില്ല. മനസ്സിലായി? അപ്പൊ 230 ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 230 ആപ്ലിക്കേഷൻ വരുമ്പോൾ എന്താ കാര്യം? ഒരു കംപ്ലൈന്റ് വരുമ്പോൾ അതേ സംബന്ധിച്ച് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവണം. കംപ്ലൈന്റ് ആദ്യം വന്ന് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പിന്നെ വന്നാൽ ഇത് ആപ്ലിക്കബിൾ ആകത്തില്ല. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. പിന്നെന്താ കണ്ടീഷൻ? പിന്നത്തെ കണ്ടീഷൻ അത് സെയിം ഒഫൻസിനായിരിക്കണം, ഇൻ റിലേഷൻ ടു സെയിം സബ്ജക്ട് മാറ്റർ ആയിരിക്കണം. പിന്നെ അവിടെയുള്ള പ്രതിയെ സംബന്ധിച്ചായിരിക്കണം ഈ അന്യായം വരുന്നത്. അങ്ങനെയാണെങ്കിലേ 233 ആപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പൊ 233 ആപ്ലിക്കബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 233(1) പ്രകാരം എൻക്വയറിയുടെ പ്രൊസീഡിംഗ് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ടോ കോൾ ഫോർ എ റിപ്പോർട്ട്. ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ആയിട്ടുള്ള റിപ്പോർട്ട് വിളിക്കുക. അപ്പൊ 193 പ്രകാരം ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോൾ പിന്നെന്താ നോക്കേണ്ടത്? ഈ പ്രതിയെ കുറിച്ച് തന്നെയാണോ ആ കേസ് ഒന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് ബോത്ത് ആസ് ഇഫ് ഇറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലീസ് റിപ്പോർട്ട് എഴുതിയിട്ട് ഒരുമിച്ച് ട്രൈ ചെയ്യണം. ഡിഫറൻ്റ് ആണെങ്കിൽ എന്താണ്? സ്റ്റേ മാറ്റി കംപ്ലൈന്റ് പ്രൊസീഡ് ചെയ്യണം. അങ്ങനെ പ്രൊസീഡ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? കോമൺ അക്യൂസ്ഡ് വരികയാണെങ്കിൽ, അതായത് ഒരേ അക്യൂസ്ഡ് വരികയാണെങ്കിൽ, കാര്യം വെർഷൻ രണ്ടും രണ്ടായിരിക്കുമല്ലോ. പോലീസിലെ റിപ്പോർട്ടിലെ വെർഷൻ ആയിരിക്കില്ല കംപ്ലൈന്റിലെ വെർഷൻ. അപ്പൊ ഡിഫറൻറ്റ് വെർഷനാണ്. ഡിഫറൻറ്റ് വെർഷൻ ആകുമ്പോൾ 233 ആപ്ലിക്കൽ ആവത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? അത് സൈമൾട്ടേനിയസ് ട്രയൽ നടത്തണം. പോലീസ് ചാർജ് കേസ് ട്രയൽ നടത്തിയാൽ അതിന്റെ ജഡ്ജ്മെന്റ് റിസർവ് ചെയ്യണം, ജഡ്ജ്മെന്റ് പറയരുത്. എന്നിട്ട് കംപ്ലൈന്റ് കേസിന്റെ ട്രയൽ നടത്തണം. എന്നിട്ട് രണ്ടും കൂടെ ഒറ്റ ദിവസം ജഡ്ജ്മെന്റ് പറയണം. അത് ഈ ആ ഡിസിഷൻ വായിച്ചാൽ ആ പൊസിഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതാണ് 233 ആപ്ലിക്കേഷൻ. ക്ലിയർ ആയല്ലോ? സാർ, കൃഷ്ണൻ വേഴ്സസ് സൂരജ് ലാലിന്റെ സൈറ്റേഷൻ ഒന്ന് പറഞ്ഞു സാർ. AR 1980 സുപ്രീം കോർട്ട് 1750. ആ 80 സുപ്രീം കോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് 85 സുപ്രീം കോർട്ട് ഡിസിഷൻ വന്നിരിക്കുന്നത്. 85 സുപ്രീം കോർട്ടിനെ റെഫർ ചെയ്തുകൊണ്ടാണ് 86 KHC പിന്നെ 50 വന്നിരിക്കുന്നത്. ഏതാ? ആ കംപ്ലൈന്റ് എൻക്വയറി സ്റ്റേ ചെയ്യണം. കംപ്ലൈന്റ് കേസിന്റെ പ്രൊസീഡിംഗ് ആണ് സ്റ്റേ ചെയ്യണത്. എന്തിനു വേണ്ടിയിട്ടാ? മറ്റത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയാണല്ലോ. സാർ, വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ സാർ. ഇത് പ്രതികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമല്ല സാർ. അപ്പൊ ചില ഇതിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരു സബ്ജക്ട് മാറ്റർ, അതായത് ഒഫൻസിന്റെ കാര്യത്തിൽ ഒന്നില് ഗ്രാവിറ്റി കുറഞ്ഞതും പോലീസിന്റെ കേസിൽ വന്നപ്പോ ഗ്രാവിറ്റി കുറവ് കണ്ടപ്പോ ആക്ച്വലി ഇപ്പോ ഗ്രീവിയസ് ആയിട്ടാണെങ്കിൽ അവർ ഹർട്ട് ആക്കിയിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പൊ അതേ സംഭവം നമ്മൾ ഗ്രാവിറ്റി കൂടിയ ഒരു കംപ്ലൈന്റ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്ട് മാറ്റർ വ്യത്യാസം വരുമ്പോഴും ഇതേ പ്രിൻസിപ്പിൾ തന്നെയാണോ സാർ? അല്ല, അവിടെ വരുമ്പോ 230 ആപ്ലിക്കേഷൻ വരുമല്ലോ. സെയിം സബ്ജക്ട് മാറ്റർ അല്ലേ?
അതെ, ഇപ്പൊ അടിച്ചു, ഒരേ വെർഷനാണ്. കഴുത്തിന് കുത്തി, അത് ശരിക്കും വ്യത്യാസങ്ങൾ ഓഫൻസ് ശരിക്കും കുറച്ചും പ്രൈവറ്റ് കൂടി കംപ്ലൈന്റിന്റെ പിന്നെ സിഗ്മ അതിനകത്ത് പ്രൈവറ്റ് കംപ്ലൈന്റ് കാര്യമില്ല. അതിനകത്ത് നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിൽ അതിന്റെ റെമഡി ഉണ്ട്. എന്താണ്? ചാർജ് ഓൾട്ടർ ചെയ്താൽ മതി. ചാർജ് ഓൾട്ടർ ചെയ്യാം. ചാർജ് ഓൾട്ടർ ചെയ്താൽ ഇപ്പൊ 324 326 വരെ 324 ഇട്ട് കഴിഞ്ഞാല് നോർമലി അത് കോടതി ചെയ്യേണ്ടതാണത്. അങ്ങനെ വന്നാൽ ഇപ്പൊ ഗ്രിവസ് കട്ട് ഒന്ന് മെഡിക്കൽ എക്സാമിനേഷൻ പരിശോധിക്കുമ്പോൾ ചാർജ് ഫ്രെയിം ചെയ്യുമ്പോൾ അത് നോക്കേണ്ടതാണ്. ചാർജ് ഫ്രെയിം ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞ് മെഡിക്കൽ ഡോക്ടറെ വിസ്തരിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ് അതിന് ഗ്രീവിയസ് കട്ട് ആണെങ്കിൽ കോർട്ട് ക്യാൻ സുവോ മോട്ടോ അൾട്ടർ ദ ചാർജ് 260 അനുസരിച്ച് ചാർജ് അൾട്ടർ ചെയ്യാം. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ അത് പഠിക്കുന്നുണ്ട്. ഓക്കെ സാർ. അതിന് വേറൊരു കംപ്ലൈന്റ് കാര്യമില്ല. അങ്ങനെ കംപ്ലൈന്റ് വന്ന 233 ആപ്ലിക്കേഷൻ വരും. സബ്സിക്വന്റ് ആണ് കംപ്ലൈന്റ് വരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ സിഗ്മ പറഞ്ഞ കേസിൽ തന്നെ നിങ്ങൾ രണ്ടാമതൊരു 326 ഇൻകോർപ്പറേറ്റഡ് പ്രൈവറ്റ് തന്നെ ഫയൽ ചെയ്ത് വെച്ചോളൂ. അപ്പൊ കോടതിയിൽ ഇറ്റ് ഇസ് മെയ്ഡ് ടു അപ്പിയർ ദാറ്റ് an ഇൻവെസ്റ്റിഗേഷൻ ഇസ് പെൻഡിങ്. അപ്പൊ എന്ത് ചെയ്യും? കോടതി റിപ്പോർട്ട് കോൾ ഫോർ ചെയ്യും. അപ്പൊ റിപ്പോർട്ടിൽ അവര് 326 പിന്നെ തന്നെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് റെമഡി ആയി അവിടെ. പക്ഷെ 326 324 ആണെങ്കിൽ എന്താണ്? 230 ആപ്ലിക്കേഷൻ വരും. രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് അത് നിങ്ങളുടെ കേസ് 326 ആയിട്ട് എടുത്തിട്ട് പോലീസ് റിപ്പോർട്ടായിട്ട് അത് മുമ്പോട്ട് പോകും. അവിടെ കൃത്യമായിട്ട് 230 ആപ്ലിക്കേഷൻ വരും. കാര്യം എന്താ? സെയിം പ്രതിയാണ്, സെയിം സബ്ജക്ട് മാറ്റർ ആണ്. മനസ്സിലായില്ലേ സർ? അതുപോലെ തന്നെ ഇപ്പൊ ചില ഇതില് നമ്മളിങ്ങനെ പറഞ്ഞാലും പോലീസുകാർ അത് എഴുതില്ല. അപ്പൊ ചിലപ്പോ IT ഒഫൻസസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വരാറുണ്ട് സർ. അപ്പൊ അങ്ങനെ വരുമ്പോ അതായത് ഈ പറയുന്ന പോലീസ് റിപ്പോർട്ടിലുള്ള ഒഫൻസേ അല്ല, വേറെയും കൂടുതൽ അതിനേക്കാളും കൂടുതൽ ഒഫൻസസ് വരാണ്. അങ്ങനെ വന്നാലും ഈ സബ്ജക്ട് മാറ്ററിൽ സെയിം സബ്ജക്ട് മാറ്റർ തന്നെയായിട്ട് പരിഗണിക്കും. അതെ, സെക്ഷൻ ഓഫ് ഒഫൻസ് മാറ്റുമ്പോൾ നമ്മുടെ വെർഷൻ ഈ 230 ആപ്ലിക്കേഷൻ പോകുന്ന പറഞ്ഞാൽ 2 തരത്തിലുള്ള വെർഷൻ വരികയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു പ്രതിയെ കുറവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രതി പിക്ചറിൽ ഇല്ല. പക്ഷെ നിങ്ങൾ പറയുന്നത് ആ പ്രതി കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ വെർഷൻ മാറി. അതാ നിങ്ങളെ ഈ ഡിസിഷൻ, ഞാൻ ഈ പറഞ്ഞ ഡിസിഷൻ കൃത്യമായിട്ട് മനസ്സിലാവും. എല്ലാ ഡൗട്ടും മാറും. അതാ ഈ പറഞ്ഞ ഫാക്റ്റാണ് അതിനകത്ത് വരുന്നത്. കൃത്യമായിട്ട് അത് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാര്യം എല്ലാവരുടെയും ധാരണ ഇതിനകത്ത് അങ്ങനെ ഒരു പ്രൈവറ്റ് കംപ്ലൈന്റും ഒരു പോലീസ് ചാർജും വന്ന 210 ആപ്ലിക്കബിൾ ആകുമെന്നാണ്. അങ്ങനെയല്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് മാത്രമേ 210 ആപ്ലിക്കേഷൻ വരൂ. ഒരേ സംഭവത്തെ സംബന്ധിച്ച് 2 തരം വെർഷൻ വന്ന 210 ആപ്ലിക്കേഷൻ ഇല്ല. അതാണ് എന്റെ വ്യത്യാസം. അവിടെ പ്രശ്നം എന്താണ്? പ്രശ്നം ഈ ആർട്ടിക്കിൾ 20 ക്ലോസ് 2-ന്റെയും അല്ലെങ്കിൽ 300 CRPC-യുടെയും ആപ്ലിക്കേഷൻ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻ മെഷർ എടുക്കുക. അത്രേ ഉള്ളൂ അതിനകത്ത്, വേറൊന്നുമില്ല. ഇപ്പൊ ഒരു പ്രതിയെ സംബന്ധിച്ച് ഇപ്പോ പോലീസ് ചാർജിൽ 2 പ്രതിയുണ്ട്, പിന്നെ കംപ്ലൈന്റ് കേസിൽ 3 പ്രതിയുണ്ട്. അപ്പൊ ഈ 2 പ്രതികൾ കോമൺ അക്യൂസ്ഡ് ആണ്. അപ്പൊ പോലീസ് ചാർജ് കേസിൽ അവരെ വിട്ടു കഴിഞ്ഞാല് രണ്ടാമത്തെ കേസിൽ ട്രയൽ നടത്താൻ പറ്റൂല. 300 ഹിറ്റ് വരും. അപ്പൊ അതിന് 230 ആപ്ലിക്കേഷൻ വന്നില്ല എങ്കിൽ പിന്നെ അടുത്ത റെമഡി എന്ന് പറഞ്ഞാൽ സൈമൾട്ടേനിയസ് ട്രയലാണ്. അതാണ് ഇതിൽ പറയുന്നത്. ആ ഡിസിഷൻ വായിച്ചാൽ ക്ലിയർ ആകും. അതെ അതെ, ഒറ്റ കേസ് ക്ലബ് ആയിട്ട് ബോത്ത് കേസ് ആസിഫ് ഇറ്റ് ഇസ് എ പോലീസ് റിപ്പോർട്ട് എന്നാണ്. അതായത് ഇപ്പം പിന്നെ ഒരു പ്രതി പിന്നെ വന്നു, ഇതിനകത്ത് വേറൊരു പ്രതി വന്നു, പിന്നെ ഒരു പ്രതി വന്നു, പിന്നെ സെയിം വെർഷനാണ് എന്ന് വന്നു കഴിഞ്ഞാല് സെയിം ആണെങ്കിൽ അത് രണ്ടും കൂടെ ചേർത്തിട്ട് പോലീസ് റിപ്പോർട്ടായിട്ട് ഒറ്റ കേസായിട്ട് ക്ലബ് ചെയ്യും. അതിനാണ് ക്ലബിംഗ് എന്ന് പറയുന്നത്. മറ്റേ എവിടെയെങ്കിലും ഡിഫറൻസ് വന്നാൽ 2 വെർഷൻ ആണെങ്കിൽ ക്ലബിംഗ് ഇല്ല. അല്ല, അക്യൂസ് എണ്ണം കൂടുമ്പോ 2 വെർഷനായി പോകൂലേ? ഇപ്പൊ പോലീസ് ചാർജ് കേസ് 2 പ്രതികൾ ഒഴിവാക്കിയാണെങ്കിൽ അവര് എങ്ങനെ എഴുതണത്? ഈ പ്രതികൾ സംഭവ സ്ഥലത്തേ ഇല്ലെന്നായിരിക്കും, വേറൊരു കഥയായിരിക്കും അന്യായത്തിലുള്ളത്. അപ്പൊ 2 വെർഷനായി അല്ലേ? ആ 2 വെർഷൻ ആകുമ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ വരില്ല. പിന്നെ നോക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താണ്?
ഈ കോമൺ അക്യൂസിനെ സംബന്ധിച്ചിട്ട് പിന്നെ ഒരേ ഫാക്ട് വരും. കോമൺ അക്യൂസിനെ സംബന്ധിച്ച് ഒരേ ഫാക്ട് വരും. ആ ഒരേ ഫാക്ട് വരുമ്പോൾ എന്ത് പറ്റും, എന്താ കാര്യം എന്നറിയാമോ? ഞാൻ കുറച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ പോലീസ് ചാർജ് കേസിൽ 2 പ്രതികൾ ഒഴിവാക്കി ഒറ്റ പ്രതി ഉള്ളെന്ന് വെച്ചോളൂ. അവിടെ വിക്ടിം ഒന്നും മൊഴി കൊടുക്കണം. എങ്ങനെയായിരിക്കും മൊഴി കൊടുക്കണത്? ഈ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിക്ടിം മൊഴി കൊടുക്കുന്നത് ഈ ഒരു പ്രതിക്ക് മാത്രമായിട്ടല്ലല്ലോ മൊഴി കൊടുക്കുക, 3 പ്രതികൾക്കെതിരെ മൊഴി കൊടുക്കത്തില്ലേ? അപ്പൊ ട്രയൽ വരുമ്പോ അപ്പൊ എന്ത് പറ്റും വെച്ചാല് ഇത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റേ കംപ്ലൈന്റ് കേസിൽ ബാർ വരും, 300 ബാർ വരും. അപ്പൊ അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ടു അവോയ്ഡ് ദാറ്റ് കണ്ടിജൻസി നിങ്ങൾ സൈമൾട്ടേനിയസ് ട്രയൽ നടത്തുക, ഒറ്റ ദിവസം ഡിസ്പോസ് ചെയ്യുക, ജഡ്ജിമെന്റ് പ്രൊണൗൺസ് ചെയ്യുക. അത്രേ ഉള്ളൂ. സെയിം ആണെങ്കിൽ 233 പോവും. സെയിം ആണെങ്കിൽ 233 വേറെ ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് 233 അപ്ലൈ ചെയ്യാം. പക്ഷെ 233 അപ്ലൈ ചെയ്യേണ്ട കേസാണോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെയാണ് നോ പ്രോബ്ലം, പ്രൊസീഡിംഗ് പറയുന്നുണ്ടല്ലോ. പക്ഷെ 233 അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ പെൻഡിങ് ആയിരിക്കുമ്പോ ഒരു അന്യായം വരണം. തിരിച്ചാണ് വരില്ല. ആദ്യം അന്യായം വരുന്നു, പിന്നീട് വരുന്നതെന്ന് വെച്ചാൽ വരത്തില്ല. മനസ്സിലായില്ലേ? ആ ഡിസിഷൻ വായിക്കുക, അപ്പൊ അത് ക്ലിയർ ആവും, നന്നായിട്ട് മനസ്സിലാവും. സാർ ഒരു ഡൗട്ട് ചോദിച്ചോളൂ. സാർ, ഈ പ്രൈവറ്റ് കംപ്ലൈന്റില് ട്രയബിൾ ബൈ സെഷൻസ് ഒഫൻസ് ആണ് റിവീൽ ചെയ്യുന്നതെങ്കിൽ കണക്റ്റഡ് കേസ് ആയിട്ട് ട്രയൽ നടത്താൻ പറ്റില്ലല്ലോ, അത് കമ്മിറ്റ് ചെയ്ത് പോകത്തല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ സെയിം സബ്ജക്ട് മാറ്റർ പോലെ ആവില്ലേ? അതായത് 2 കോടതിയിലും ഒരേ കോസ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഒരേ ഒക്കറൻസ് ആയിരിക്കത്തില്ലേ? അത് അങ്ങനെ വരുമ്പോ അതായത് നമ്മളിപ്പോ ഈ കമ്മിറ്റിയിൽ പറഞ്ഞപ്പോ ഒരു വാക്ക് പറഞ്ഞു, എന്താണ്, ഒഫൻസ് എക്സ്ക്ലൂസീവ്ലി ബൈ കോർട്ട് ഓഫ് സെഷൻ എന്ന് പറഞ്ഞില്ലേ? യെസ് സർ. എക്സ്ക്ലൂസീവ്ലി കോർട്ട് ഓഫ് സെഷൻ എന്നല്ലേ പറഞ്ഞത്? അതെ സർ. ഇനി വേറൊരു പ്രൊവിഷൻ ഉണ്ട്. അതായത് നമ്മുടെ പഴയ 323, അതായത് ഇപ്പോഴത്തെ 362 അതെടുത്തേ. എടുത്തു സർ. അത് വായിച്ചേ. Procedure when after commencement of inquiry or trial, magistrate finds case should be committed. If in any inquiry into an offence or a trial before a magistrate, it appears to him at any stage of the proceedings before signing the judgment that the case is one which ought to be tried by the court of session, he shall commit. അവിടെ എന്താ പറയണത്? The case is one which ought to be tried by court of session. അതായത് എക്സ്ക്ലൂസീവ്ലി ട്രൈഡ് ബൈ കോർട്ട് ഓഫ് സെഷൻ അല്ല അവിടെ പറയണത്. എന്താ പറയണത്? ought to be tried by court of session. കോർട്ട് ഓഫ് സെഷൻ ട്രൈ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയുള്ള കേസ് വന്നാൽ, ഇപ്പൊ ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഒരു കേസും കൗണ്ടർ കേസും ഒന്ന് കരുതുക. കേസും കൗണ്ടർ കേസും ഒരെണ്ണത്തിനകത്ത് 307 ആണ്, ഒരെണ്ണത്തിനകത്ത് 323 ഉള്ളൂ. ഒറ്റ സെയിം ട്രാൻസാക്ഷൻ വന്ന 2 കേസുകളാണ്. കേസ് ആൻഡ് കൗണ്ടർ കേട്ടിട്ടുണ്ടല്ലോ, കേസും കൗണ്ടറും. അതില് 307 കോർട്ട് ഓഫ് സെഷൻ ട്രൈ ചെയ്യേണ്ട കേസ്, അത് കമ്മിറ്റ് ചെയ്ത് പോയി. 323 മജിസ്ട്രേറ്റ് കോടതിയിലാണ്. അപ്പൊ നോർമലി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഒരു കേസ് ആൻഡ് കൗണ്ടർ ഉണ്ടെങ്കിൽ അത് 1 ആൻഡ് ദ സെയിം കോർട്ട് ട്രൈ ചെയ്യണമെന്നാണ് പ്രിൻസിപ്പിൾ. അപ്പൊ ഈ കേസ് 323 ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഒഫൻസ് എക്സ്ക്ലൂസീവ്ലി ട്രൈഡ് ബൈ കോർട്ട് ഓഫ് സെഷൻ അല്ലല്ലോ. അല്ല സർ. അല്ല. ബട്ട് ഇറ്റ് ഈസ് ought to be tried by the court of session. Why? Because the counter case is to be tried by the court of session. മനസ്സിലായില്ലേ? അപ്പൊ 323 is an offense which is triable by a magistrate, or it is not an offense exclusively triable by court of session. But in the case of there is a counter case which is exclusively triable by court of session, this can be taken as a which ought to be tried by court of session. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയണത്? ഇനി വായിച്ച ബാക്കി. He shall commit it to that court under the provisions herein before contained, and thereupon the provisions of chapter
20 shall 90. apply to the ഇപ്പൊ നമ്മൾ പഠിച്ച കമ്മിറ്റിയിലില്ലേ, അപ്പൊ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം. ആ കമ്മിറ്റിയുടെ പ്രിൻസിപ്പിൾ ഏതാ? ഇപ്പൊ നമ്മൾ പഠിച്ച 229 അനുസരിച്ച് പിന്നെ കമ്മിറ്റ് ചെയ്യണം. 232 അനുസരിച്ച് കമ്മിറ്റ് ചെയ്യണം. അല്ല 32 അല്ല 220 അല്ലേ? ഏതാ കമ്മിറ്റിയിൽ പറഞ്ഞ്? കമ്മിറ്റിയുടെ പ്രൊവിഷൻ ഏതാ? 232 അനുസരിച്ച് കമ്മിറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കമ്മിറ്റിൽ എന്ന് പറയുന്നത് 232 അനുസരിച്ചുള്ള കമ്മിറ്റിൽ എന്ന് പറയുന്നത് അത് എക്സ്ക്ലൂസീവ്ലി ട്രയബിൾ ബൈ കോർട്ട് ഓഫ് സെഷൻ ആണ്. പിന്നൊരു കമ്മിറ്റിയിലുണ്ട്. എന്താ കമ്മിറ്റിയില്? ആ കമ്മിറ്റിയിൽ എന്ന് പറയുന്നത് പിന്നെ ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ട്രയൽ ബിഫോർ എ മജിസ്ട്രേറ്റ്. ഇപ്പൊ ഞാൻ വേറെ എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഒരു 326 കേസ് ട്രയൽ നടത്തുന്നു. ട്രയൽ നടത്തുമ്പോൾ കോടതിക്ക് തോന്നുമെങ്കിൽ അത് 326 അല്ല 307 ആണെന്ന് വെച്ചോളൂ. ആ 307 ആണെങ്കിൽ അത് എക്സ്ക്ലൂസീവ് ട്രയൽ കോർട്ട് ഓഫ് സെഷൻ ആണ്. അവിടെ വെച്ചിട്ട് ഈ 362 അനുസരിച്ചിട്ട് കമ്മിറ്റ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കേസ് കൗണ്ടർ ഉണ്ട്, അത് സെഷൻസ് കോടതിയിലാണ്. അപ്പൊ കേസും കൗണ്ടറും ഒരുമിച്ച് ട്രൈ ചെയ്താലേ കറക്റ്റ് ഡിസിഷൻ വരുള്ളൂ. അപ്പൊ ദാറ്റ് ഈസ് എ കേസ് വിച്ച് ക്യാൻ ബി ടേക്കൺ ആസ് എ ഓട്ട് ടു ബി ട്രൈഡ് ബൈ കോർട്ട് ഓഫ് സെഷൻ. അപ്പൊ അത് കമ്മിറ്റ് ചെയ്യും. മനസ്സിലായോ? ക്ലിയർ ആയോ? സൈഫിൽ ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. പക്ഷെ അവിടെ കമ്മിറ്റിയിൽ പറയുമെങ്കിലും ആ കമ്മിറ്റിയിൽ നടത്തേണ്ട എങ്ങനെയാ? നമ്മൾ ഈ പറഞ്ഞ 232 പ്രകാരമാണ്. ഞാൻ ഒരു സംശയം കൂടെ പറയാം, ഒരു കാര്യം കൂടെ ചോദിക്കാം. സപ്പോസ് ഒരു 307 കേസാണെന്ന് വെച്ചോളൂ, പഴയ 307. അത് അസിസ്റ്റന്റ് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ട്രയൽ നടത്തണമെന്ന് കരുതുക. അഡീഷണൽ സെഷൻസിൽ മജിസ്ട്രേറ്റ് കോടതി വിസ്തരിച്ചപ്പോൾ ഇതിന്റെ കൗണ്ടർ കേസ് അഡീഷണൽ സെഷൻസ് കോടതിയിലാണെന്ന് കണ്ടു. അപ്പൊ പിന്നെ വക്കീല് പറയാൻ ഇതിന്റെ കൗണ്ടർ കേസ് അഡീഷണൽ സെഷൻസ് കോടതിയിൽ SC നമ്പറായിട്ട് വിസ്തരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കേസ് 362 വരാൻ കമ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നു. കോടതി എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം മജിസ്ട്രേറ്റ് കോടതി? പ്രകാരം കമ്മിറ്റ് ചെയ്യണം. എങ്ങോട്ട് കമ്മിറ്റ് ചെയ്യണം? കോർട്ട് ഓഫ് സെഷൻ അഡീഷണൽ സെഷൻസ് ട്രയൽ നടത്തുന്ന കോടതിക്ക്. അതെ. എവിടെയാണ് ഇപ്പൊ ട്രയൽ നടക്കുന്നത്? ആ കോടതിയിലേക്ക്. ഇതില് സെഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ എന്നാൽ അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് കമ്മിറ്റ് ചെയ്യണം. അങ്ങനെ തോന്നുന്നു സാർ. അപ്പൊ 232 എടുത്തേ. പ്രകാരം കമ്മിറ്റ് ചെയ്യാനല്ലേ പറയണേ. അതായത് 362 പറയുന്നത് ഷാൽ കമ്മിറ്റ് ടു ദാറ്റ് കോർട്ട് അണ്ടർ ദ പ്രൊവിഷൻസ് ഹിയറിൻ ബിഫോർ കണ്ടെയ്ൻഡ് thereupon the ചാപ്റ്റർ 19 പ്രകാരം കമ്മിറ്റ് ചെയ്യണമെന്നല്ലേ പറയണേ, അല്ലേ? സാർ മറ്റേ 232 വരുന്ന ചാപ്റ്റർ 70 അല്ലേ സാർ? അല്ല സോറി, ചാപ്റ്റർ 70 സെഷൻസ് ട്രയലാണ്. ഹിയറിംഗ് ബിഫോർ കണ്ടെയ്ൻഡ് അണ്ടർ ദി പ്രൊവിഷൻസ് ഹിയറിംഗ് ബിഫോർ കണ്ടെയ്ൻഡ് എങ്ങനെ കമ്മിറ്റ് ചെയ്യല്? ആ പ്രൊവിഷൻ എവിടെ കമ്മിറ്റ് ചെയ്യാനാ പറയണേ? ഏത് കോടതി കമ്മിറ്റ് ചെയ്യണമെന്ന് വായിച്ചേ? സെഷൻസ് എന്നല്ല പറയേണ്ടത്, കൃത്യം പറ. കോർട്ട് ഓഫ് സെഷനിലല്ലേ കമ്മിറ്റ് ചെയ്യാൻ പറ്റൂ, അല്ലാതെ അഡീഷണൽ കോടതി കമ്മിറ്റിയിൽ ഇല്ല. എങ്ങോട്ട് കമ്മിറ്റ് ചെയ്യണം? കോർട്ട് ഓഫ് സെഷനിലെ കമ്മിറ്റിയിലുള്ളൂ. അത് ഞാനൊരു പ്രാക്ടിക്കൽ കാര്യം കൂടെ പറഞ്ഞു തരാം. പിന്നെ നമ്മൾ CP ആയിട്ട് കമ്മിറ്റ് ചെയ്ത് CP ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ CP 25/2025 കമ്മിറ്റഡ് ടു കോർട്ട് ഓഫ് സെഷൻ. നമ്പർ ഇടണം എവിടെയാ? കോർട്ട് ഓഫ് സെഷൻ നമ്പർ ഇടുള്ളൂ. അഡീഷണൽ സെഷൻ കോടതി ഇട്ടത് അവിടെ നമ്പർ ഇടുവോ കേസ്? ഇല്ല. അപ്പൊ കമ്മിറ്റിയിൽ എവിടെയാണ്? ആ കോർട്ട് ഓഫ് സെഷനിലെ പ്രിൻസിപ്പൽ കോടതിയിലോട്ടേ അയക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പ്രിൻസിപ്പൽ കോടതി എന്ത് ചെയ്യും? അത് അങ്ങോട്ട് മേക്ക് ഓവർ ചെയ്ത് കൊടുക്കും.
അല്ലാതെ ഏതെങ്കിലും കോടതി പെൻഡിങ് ആ കോടതിയിലോട്ട് കമ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഞാനൊരിടത്ത് അസിസ്റ്റന്റ് സെഷൻ ജഡ്ജായിട്ടിരിക്കുമ്പോൾ ഒരു മജിസ്ട്രേറ്റ് കേസ് നേരെ എനിക്ക് കമ്മിറ്റ് ചെയ്ത് തന്നു. അതായത് സബ് ജഡ്ജായിട്ടിരിക്കുമ്പോൾ കമ്മിറ്റ് ചെയ്ത് നമുക്ക് നേരെ കേസെല്ലാം കൂടി കമ്മിറ്റ് ചെയ്ത് കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പിന്നെ അത് നമുക്ക് അവിടെ എടുക്കാൻ പറ്റത്തില്ല. കാര്യം എടുത്ത നമ്പർ മുഴുവൻ എടുക്കുന്നത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയില്ല. അപ്പൊ കമ്മിറ്റൽ എന്ന് പറയുന്നത് കോർട്ട് ഓഫ് സെഷനാണ് കമ്മിറ്റൽ, നോട്ട് ബിഫോർ ദി അഡീഷണൽ സെഷൻസ് കോർട്ട്. കേട്ടോ? ക്ലിയർ ആയില്ലേ? അപ്രോച്ച് ക്ലിയർ ആയില്ലേ? ഓക്കെ സർ, ക്ലിയർ ആയി. കമ്മിറ്റി എന്ന് നോക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള കമ്മിറ്റിയിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഒന്ന് യഥാർത്ഥ കമ്മിറ്റി, ഏതാണ് എക്സ്ക്ലൂസീവ് ട്രയൽ ബൈ, മറ്റേത് ഓ ടു ബി ട്രയൽ ബൈ ദ കോർട്ട് ഓഫ് സെഷൻ ഡ്യൂറിംഗ് ദ ട്രയൽ വരുന്നതാണ്. ഓക്കെ, ആ ചോദ്യം ചോദിച്ചത് എന്തായാലും നന്നായി സഫില, അത് ക്ലബ് ചെയ്ത് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ചാപ്റ്റർ ക്ലിയർ ആയല്ലോ? തെറ്റിക്കോ ഇനി? ഈ ട്രയൽ നടത്തുമ്പോഴേ സാർ രണ്ട് പി പിമാര് അല്ലെങ്കിൽ രണ്ട് APP മാര് ഈ കേസ് ആൻഡ് കൗണ്ടർ കേസ് വേണമെന്നാണ്. രണ്ട് വേണമെന്നാണ്. കാര്യം വെച്ചാൽ അവർ അല്ലെങ്കിൽ ഒരു APP ഇപ്പുറത്ത് ചോദിച്ചാൽ ഇവനെ തല്ലിയതാണ് ശരിയെന്നും ഒരു APP അപ്പുറത്ത് ചോദിച്ചാൽ അവനെ തല്ലിയ ശരിയെന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കേസ് ആൻഡ് കൗണ്ടർ ആണെങ്കിൽ ബോത്ത് ഷുഡ് ബി കണ്ടക്ടഡ് ബൈ ദി സെപ്പറേറ്റ് പ്രോസിക്യൂട്ടർ. അവർ തന്നെ എഴുതാറുണ്ടല്ലോ. പിന്നെ വേറെ APP വെച്ച് വിസ്തരിക്കണം. ഓക്കെ ഓക്കെ സർ, ഓക്കെ. ഇനി തെറ്റിക്കരുത് കേട്ടോ. ഇതിനകത്തുനിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലേ തെറ്റിക്കുക. ഇല്ല സർ, ഇല്ല. നിങ്ങൾ വീണ്ടും വായിച്ചാലേ തെറ്റിക്കായിരിക്കുള്ളൂ, അല്ലെങ്കിൽ തെറ്റിക്കും. വീണ്ടും വായിക്കുക. ആ 233 മനസ്സിലാവണമെങ്കിൽ ആ ഡിസിഷൻ വായിച്ചാലേ മനസ്സിലാവും, അല്ലാതെ മനസ്സിലാകത്തില്ല കേട്ടോ. അതേ സംബന്ധിച്ച് ഒരുപാട് ഡിസിഷൻ ഉണ്ട് തെറ്റായത്. അതാണ് ഞാൻ പറഞ്ഞ ഡിസിഷൻ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. ആദ്യം നിങ്ങൾ മറ്റേ പപ്പനാവൻ ജഡ്ജിന്റെ ഡിസിഷൻ വായിക്കുക, എന്നിട്ട് മറ്റേ രണ്ടും വായിക്കുക. അപ്പൊ ക്ലിയർ ആവും. ഓക്കെ, ആരൊന്നും മിണ്ടാത്തൊന്ന് ഉറങ്ങിപ്പോയാ? ഇല്ല സാർ, ഇവിടെ ഉണ്ട്, എല്ലാവരും ഉണ്ട് സർ. അപ്പൊ ശരിക്കും എല്ലാവരും ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് പോകും. Thank you, sir. Good night. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Okay, that's it.